നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വിറപ്പിച്ച് 234 എംപിമാരെ ഇന്ത്യ സഖ്യം നേടി. BJPക്ക് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം ഇല്ലാതെയാക്കി. പക്ഷേ പിന്നീട് അങ്ങോട്ട് സഖ്യം ശക്തിപ്പെടുകയായിരുന്നില്ല, ദുർബലമാവുകയായിരുന്നു. മുന്നണിയിലെ മൂന്നാമത്തെ വലിയ പാർട്ടി DMK സ്റ്റാലിൻ നയിക്കുന്ന പാർട്ടി നാളത്തെ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിൽ നിന്ന് ജയിച്ച ശേഷം ഇരുട്ട് വെളുക്കും മുമ്പേ വിജയിയുടെ TVKക്കൊപ്പം പോയ വഞ്ചനയിൽ പ്രതിഷേധിച്ചാണ് ഈ പിന്മാറ്റം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ഗാന്ധി CPM BJP ഡീൽ ആരോപണം ഉന്നയിച്ചതിൽ പ്രതിഷേധിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി കോൺഗ്രസിന് കത്തു നൽകി. ജാർഖണ്ഡിലെ 2 രാജ്യസഭാ ഒഴിവിൽ ഒന്നിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിൽ JMM കടുത്ത അതൃപ്തി പരസ്യമാക്കി. മുന്നണിക്കുള്ളിലാണോ പുറത്താണോ എന്ന് ഉറപ്പില്ലാത്ത മമതാ ബാനർജി പക്ഷേ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ 42 എംപിമാരുള്ള തൃണമൂൽ കോൺഗ്രസിൽ ഇപ്പോൾ പാർട്ടിക്കൊപ്പം എത്ര എംപിമാരുണ്ടെന്നതിൽ ആർക്കും ഒരു നിശ്ചയവുമില്ല. DMK വിട്ടതോടെ ഇന്ത്യ സഖ്യം തന്നെ തകർന്നുവെന്നാണ് BJPയുടെ ആരോപണം. ഇന്ത്യ സഖ്യം ശരിക്കും ദുർബലമാകുന്നോ, അതോ ഈ ഇടയ്ക്കുണ്ടായ ചില പ്രായോഗിക പ്രശ്നങ്ങൾ മാത്രമാണോ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവർ ശക്തിയോടുകൂടി തന്നെ മടങ്ങി വരുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്ന്. ശ്രീ മഹി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യ സഖ്യം കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയത്തോടടുത്ത പ്രകടനമൊക്കെ കാഴ്ചവെച്ച ഒരു മുന്നണിയാണ്. ആ മുന്നണി ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണോ? അല്ല, കോൺഗ്രസ് ഇരിക്കാതെ അത് തകരും, ഒരു സംശയമില്ല. കോൺഗ്രസ് അവസരവാദിയാണ്. കോൺഗ്രസ് അവസരവാദിയാണ്. അതുകൊണ്ട് കോൺഗ്രസിനെ ഒരിക്കലും വിശ്വസിക്കാക്കൂല. ഇന്ത്യ മുന്നണി തകരും, ഒരു സംശയമില്ല. എങ്ങനെയാണ് ഇപ്പൊ ഇന്ത്യ മുന്നണി തകർന്നാൽ BJP നേരിടാൻ പിന്നെ ഇടതു പാർട്ടികൾക്ക് ശേഷിയുണ്ടോ? ഇടതു പാർട്ടിക്ക് MP വേണ്ട, അവര് MP ഒന്നും വേണ്ട. ഞങ്ങൾ അല്ലാതെ ഒരു MP അല്ലേ ഞങ്ങൾക്കുള്ളൂ. തമിഴ്നാട്ടിൽ 2-3 MP അല്ലേ ഉള്ളൂ. അതാ ചോദിച്ചത്. അപ്പൊ ഇന്ത്യ സഖ്യം ഇല്ലാതെ BJP അധികാരത്തിലും താഴെ ഇറക്കാൻ കഴിയും, അതോ BJP അധികാരത്തിൽ? അല്ല, കേരളത്തിൽ ഇത് പഴയ സ്ഥിതി ആവില്ലല്ലോ. ഞങ്ങൾക്ക് ഒരു സീറ്റിലും നിൽക്കട്ടെ, കേരളത്തിലെ സ്ഥിതി എന്തോ ആയിക്കോട്ടെ. ഞാൻ ചോദിച്ചത് ഇന്ത്യ കോൺഗ്രസിന്റെ സഹായമില്ലാതെ BJP താഴെ ഇറക്കാൻ ഇടതു പാർട്ടികൾ കഴിയും? കോൺഗ്രസിനെ വിശ്വസിക്കില്ല. കൂടെ നിൽക്കുന്ന കക്ഷികൾ ആരും വിശ്വസിക്കില്ല അവരാ. പിന്നെ എന്തിനാണ് നിങ്ങൾ അവരുടെ കൂടെ പോയത്? അത് അന്നത്തെ ഒരാഴ്ച BJP കയറ്റാൻ പാടില്ലെന്ന് ഇന്ന് BJP കയറ്റി അത്ര ഗതിയിട്ട് പോയതാണ് കോൺഗ്രസ്. രാജനാണ് പയ്യോളിയിൽ നിന്നാണ്. ശ്രീ രാജൻ, ഇന്ത്യ സഖ്യം ഇപ്പോൾ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ DMK സഖ്യം വിട്ടു. അതോടൊപ്പം തന്നെ ഇപ്പോൾ CPM അതിനെതിരെ കത്ത് നൽകിയിരിക്കുന്നു. JMM അവരുടെ അതിർത്തി പരസ്യമാക്കിയിരിക്കുന്നു. നാളത്തെ യോഗം നിർണായകമാണ്. ഇന്ത്യ സഖ്യം ദുർബലമാവുകയാണോ? ഇന്ത്യ സഖ്യം ദുർബലമായില്ലേ? തൃണമൂലുമില്ല, DMK ഇല്ല, തൃണമൂലുണ്ട്. തൃണമൂൽ നാളെ മമതാ ബാനർജി പങ്കെടുക്കുന്നുണ്ട്. എവിടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? അതെ, MP-മാരില്ലല്ലോ. 42 പേരുണ്ട്. അവര് എവിടെ ഇപ്പോഴും തൃണമൂൽ തന്നെയാണ്. അവർ ഇനി അവിടെ അവർക്കൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നറിയില്ല. അതന്നെയാ പറഞ്ഞത്. ഇതിപ്പോ ആരെ കൂടെ നിൽക്കുന്ന എങ്ങനെ പൈസ ചാക്ക് കാണുന്ന കൂട്ടത്തിൽ പോകുന്ന കുറെ MP-മാർ കേരളത്തിൽ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ പൈസ ചാക്കിന് വയ്യാതെ പോകുന്ന കൂട്ടരാണല്ലോ MP-മാർ. അല്ലാണ്ട് ജനങ്ങളെ സേവിക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സേവിക്കുകയാണ് എന്ന് വെച്ചാല് നല്ലോണം സേവിക്കുക MP-മാരില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ BJP ആയാലും ഏത് രാജ്യം. ഇപ്പൊ ഒരു കോക്രോച്ച് പാർട്ടി വരുന്നുണ്ട് സാറേ, കോക്രോച്ച് ജനതാ പാർട്ടി ഇല്ലേ? ശരി, പറഞ്ഞോളൂ. അപ്പൊ അത് അവരെ നോട്ടം എങ്ങോട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ. അവര് ആരെയാണ് ഇതിലേക്ക്, ഏത് പാർട്ടിക്കാരെ ഇതിലേക്ക് കോക്രോച്ചിലേക്ക് വരിക? കോൺഗ്രസ് നിന്നും മാർക്സിസ്റ്റ് നിന്നും പിന്നെ നമ്മുടെ ജനതാ പാർട്ടിയിൽ നിന്നും മറ്റേ ബിജു ജനതാദൾ നിന്നും പിന്നെ ഇങ്ങനെയുള്ള എല്ലാ പാർട്ടിയും കൂടിയിട്ടല്ലേ ഒരു ജനതാദൾ പണ്ടുണ്ടായിന്. അത് കോക്രോച്ച് അല്ല, അതൊരു ജനതാദളായിരുന്നു. ഇപ്പൊ ഒരു കോക്രോച്ച് വരുന്നുണ്ട്. അതിന്റെ ഭാവി എങ്ങനെയാന്നുള്ളത് അതും അറിയില്ല. ഇപ്പം എന്ന് വെച്ചാൽ നിലവില് ആരെ നശിപ്പിച്ചാലും BJPയെ നശിപ്പിക്കാൻ വേണ്ടി BJP-ക്കാർ തിരിയാറില്ല. RSS അത്രയും സംഘടന ശക്തി എന്നുവെച്ചാൽ ഒരു കേഡർ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന RSSനെ പെട്ടെന്നൊന്നും ഈ കോൺഗ്രസിനെ തകർത്ത മാതിരിയോ മമതാ ബാനർജിനെ തകർത്തിയോ DMK-നെ പൊട്ടിച്ച മാതിരിയോ
ബിജു ദൽനാഥിനെ പൊട്ടിച്ച മാതിരിയൊന്നും ഈ BJP-യെ പൊട്ടിക്കാൻ കഴിയുന്ന കാര്യം വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള കാലം ശരിക്കും ശ്രദ്ധിച്ച് സൂക്ഷിച്ചില്ലെങ്കിൽ ജനങ്ങളെല്ലാം കുറെ ഒക്കെ കഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇപ്പം ഗ്യാസിന് പിന്നെയും വില കൂടി. കേരളത്തിലെ ജനങ്ങൾ അറിയുന്നില്ല, ഗ്യാസിന് ഇപ്പൊ വാതക ഗ്യാസിന് പിന്നെയും വില കൂടി. ഇതൊന്നും അറിയാണ്ട് ജനങ്ങൾ ശ്രീ ഷാജിയാണ് എറണാകുളത്ത് നിന്നാണ്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തൃണമൂൽ കോൺഗ്രസ് ആണ് ഈ സഖ്യത്തിലെ രണ്ടാമത്തെ വലിയ പാർട്ടി. ആ പാർട്ടിയിൽ 42 MP-മാര് രാജ്യസഭയിൽ ലോക്സഭയിലുമായിട്ടുണ്ട്. പക്ഷേ അതിൽ എത്ര പേർ ആ പാർട്ടിക്കൊപ്പം നിൽക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത ഒരവസ്ഥ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ സഖ്യം ദുർബലമാവുകയാണോ? ശ്രീ ഷാജി, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. സഖ്യം ദുർബലമാകുന്നില്ല. ഇപ്പൊ തമിഴ്നാടിനെ സംബന്ധിച്ച് എല്ലാ സർവേകളും ശരിക്കും പറഞ്ഞാല് വിജയ്ക്കെതിരായിരുന്നു. പക്ഷേ ആ സർവേകളൊക്കെ അതിജീവിച്ചുകൊണ്ട് വിജയ് അവിടെ ഒറ്റ മുന്നണിയായിട്ട് അവിടെ ഭരണത്തിൽ വന്നു. അത് തന്നെ വീണ്ടും സംഭവിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ തീർച്ചയായിട്ടും ഇവിടെ വിജയുടെ കക്ഷി ഏകപക്ഷീയമായിട്ട് ഈ DMK-നെയും ADMK-നെയും തോൽപ്പിച്ചുകൊണ്ട് ഈ സീറ്റ് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് വരും. ഇത് തന്നെയായിരിക്കും ബംഗാളിൽ സംഭവം. ബംഗാളില് ശരിക്കും ഒരു വിഷയമുണ്ടാകുമ്പോൾ ഒരു കാരണവശാലും ഈ മമതാ ബാനർജി കോൺഗ്രസിന്റെ കൂടെ നിന്നിട്ടില്ല. അവര് ഒരു ഏകപക്ഷീയമായിട്ട് അവരും പ്രധാനമന്ത്രിയാവാൻ ആഗ്രഹിച്ചിരുന്ന സ്ത്രീയായിരുന്നു. അപ്പൊ അവര് ഒരു ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ DMK ആയാലും ബംഗാളിലെ മമതാ ബാനർജി ആയാലും ഒരു കൂടെ നിന്ന് ഐക്യമായിട്ട് മുന്നോട്ട് പോകാൻ പലപ്പോഴും ഒരു വിമുഖത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇന്ത്യ സഖ്യം ഒരിക്കലും ദുർബലമാകില്ല. ശരി. ശ്രീ ഡേവിഡ് വിജയ് ആണ്, ജാംനഗറിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ BJP-യെയും NDA-യും ഒക്കെ വിറപ്പിച്ച് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ. പക്ഷേ ഇപ്പോൾ അതിനുശേഷം ആ സഖ്യം തന്നെ തകരുന്ന ഒരു അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത്? സഖ്യം എന്നൊന്നും അന്നേ ഇന്ത്യ സഖ്യം എന്നൊന്നും ഇല്ല. കാരണം ബീഹാറിൽ ഒന്നാമത് ക്രിമിനൽ കേസുകളിൽ കുരുങ്ങി കിടക്കുന്ന ഒരാളാണ് MP യാദവാണ്, ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ്. അവർ തന്നെ അവിടെ പരസ്പരം മത്സരിച്ചിരുന്നു പല ലോക്സഭാ സീറ്റിലും. അതുകൊണ്ട് ബീഹാറിലൊക്കെ അന്ന് തന്നെ ആ സഖ്യം ഇല്ല. പിന്നെ ഇവിടെ മമതാ ബാനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്നേക്കുമായിട്ട് അവർ ഇനിയിപ്പോ ഒരിക്കലും അവര് CPM തുടച്ചു തീർക്കപ്പെട്ട പോലെയായി. അവരുടെ മൊത്തം MP-മാർ ഇങ്ങോട്ട് മാറുകയാണ് മറ്റേ BJP-യുടെ ഒപ്പം. അതല്ലെങ്കിൽ BJP-യിൽ ചേരാൻ തന്നെ വന്നിട്ട് അവർ അടച്ചിട്ടിരിക്കുക. കാരണം അവരെ വിശ്വസിക്കാൻ പറ്റില്ല, കൽക്കട്ടക്കാരല്ലേ. ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർക്കിട്ട് പാരയാവോ എന്ന് കണ്ടതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ലെവലിലാണ്. പിന്നെ രാഹുൽ ഗാന്ധി കാണിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് വലിയ ശക്തമാവും. കോൺഗ്രസ് ഒരു കാലത്തും ശക്തമാവില്ല. കാരണം ഒന്നാമത് ആ കുടുംബം മാറി നിന്നാൽ അത് ശക്തമാവും. കാരണം ഞാൻ എന്താന്ന് പറഞ്ഞു തരാം. ഇദ്ദേഹം വന്നിട്ട് സ്റ്റാലിന്റെ കൂടി നിന്നിട്ട് മൈ ബ്രദർ, എന്റെ സഹോദരൻ സ്റ്റാലിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തോറ്റു എന്ന് കണ്ടപ്പോ പോയിട്ട് വിജയുടെ ഇതില് എന്താ പറയുന്നത്, DMK-യുടെ ജോസഫ് വിജയ്, അദ്ദേഹം ജയിച്ചപ്പോഴേക്കും അങ്ങോട്ടുടെ കൂടെ പോയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ചാടുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ? അതുകൊണ്ട് കോൺഗ്രസിന്റെ കാര്യം നഷ്ടമാണ്. അതുകൊണ്ട് പ്രതിപക്ഷം വേണ്ടെന്നല്ല പറയുന്നത്, അതിന് CPM തന്നെ. പക്ഷെ CPM-ന്റെ കാര്യം കണ്ടില്ല കേരളത്തില്. അതിനെ ഇനി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് പറ്റുമെന്ന് സംശയം. അതുപോലത്തെ ആയിപ്പോയി. ഒരുത്തൻ മുളക് പൊടിയുടെ പുറത്ത്, പഞ്ചസാരയുടെ പുറത്ത് മുളക് പൊടി എന്ന് എഴുതി വെച്ച മാതിരി. എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പ് കയറാതിരിക്കാനാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുവന്ന് നിറമുണ്ടെന്നേ ഉള്ളൂ. അതിന് മുഴുവൻ ക്യാപിറ്റലിസ്റ്റുകളും ഇപ്പൊ കരുവന്നൂർ ബാങ്കിന്റെ മേലൊക്കെ അന്വേഷണമൊക്കെ വരാൻ പോകുന്നു. അതുകൊണ്ട് അതിലൊരു പുതിയ നേതൃത്വം വന്നു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ പണ്ടും അങ്ങനെയാണല്ലോ. AKG ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ജവഹർലാൽ നെഹ്റുവിനെതിരെ ഒരു ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിരുന്ന സഖാവ് AK ഗോപാലൻ നേതാവായി. അതുപോലെ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു പാർട്ടി വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഭാവിയൊന്നും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. ഇനി കോക്രോച്ച് എന്നൊക്കെ പറയുന്ന അമേരിക്കൻ വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. നമസ്കാരം, സുഖമാണെന്ന് ഷിജു കിരിയത്തി പറയുന്നു. ഇഫ് ഇറ്റ് ബ്രേക്സ് ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ദാറ്റ്സ് ഓൾ എന്ന് പറയുന്നു. അത് ഷിജു കിരിയത്താണ് പറയുന്നത്. AK കൃഷ്ണൻകുട്ടി നമസ്കാരം പറയുന്നു. പപ്പു ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് ഒരാളെ എഴുതിയിരിക്കുന്നത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരാളെ ആക്ഷേപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സൈറ്റാണ്. സ്വന്തം പേരെഴുതാൻ മടിയുള്ളത് കൊണ്ട് ഭയപ്പെടുന്ന ചില ആളുകൾ ഇങ്ങനെയൊക്കെ മറ്റ് വ്യാജ പേരുകളിൽ അവരവരുടെ
കാര്യങ്ങളൊക്കെ പറയും. അത് ഭയത്തിൻ്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഡോക്ടർ എം പി മണി പറയുന്നു, ഏത് ചെകുത്താനെ കൂട്ടുപിടിച്ചാലും വേണ്ടിയില്ല, എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കളും നെട്ടോട്ടം ഓടുന്നതെന്ന് ഡോക്ടർ എം പി മണി ചൂണ്ടിക്കാണിക്കുന്നു. അരുന്ധതി കോലപ്പറമ്പത്ത് നമസ്കാരം കിരൺ എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് മറ്റ് ഒരു പ്രശ്നമുണ്ട്. കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, ഈ ദേശീയ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഒരു ഇന്ത്യ മുന്നണി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും വലിയ ശക്തി ഒക്കെ ഉണ്ടായത്. പക്ഷേ അവിടെ നിന്ന് ഇവർ വല്ലാതെ പിന്നാക്കം പോവുകയാണോ? ഹലോ, ഈ അതായത് ഈ പിന്നെ കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ സീറ്റിലാണ് കുറച്ച് സീറ്റ് കൂടുതൽ കിട്ടിയത്. പിന്നെ ഏതാണ്ട് 100-നടുത്തുള്ള സീറ്റ് കിട്ടിയത്. പക്ഷെ അതിനുശേഷം രാഹുൽ ഗാന്ധി വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ശക്തമായ തിരിച്ചുവരവ് നടത്തും എന്ന് ആണ് വിചാരിച്ചത്. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം രാഹുൽ ഗാന്ധി അല്ലാത്ത വേറെ ഒരു നേതാവ്, കാര്യം എത്രയോ നല്ല നല്ല കഴിവുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാം കോൺഗ്രസിൽ നിന്ന് പോയി. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതൊന്നും ഒന്നും ഒരു സാധാരണ പാർട്ടി കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം. പിന്നെ അവർ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാര്യം ബി.ജെ.പിയെ എതിർത്ത്, ബി.ജെ.പി രാഷ്ട്രീയത്തെ എതിർത്ത് അവരെ തോപ്പിക്കാനോ അവരെ അധികാരത്തിൽ നിന്ന് ാനോ ഉള്ള ഒരു ഇച്ഛാശക്തി, ഒരു കഴിവോ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്ക് സത്യത്തിൽ ഇല്ല. പക്ഷെ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കൊള്ളാം, ഈ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെ എല്ലാം, കുടുംബ പാർട്ടികളാണെങ്കിലും എല്ലാം കുടുംബ പാർട്ടികളാകുമ്പോൾ എല്ലാം അവരെ കൂടെ നിർത്തി അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ആളായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ തൊട്ടു മുമ്പ് വിളിച്ച് അദ്ദേഹം പറഞ്ഞ പോലെ ഈ തമിഴ്നാട്ടിൽ തന്നെ പെട്ടെന്ന് അവരുടെ ഇതില്ലാതെ പെട്ടെന്ന് വിജയുടെ കൂടെ കൂടിയല്ലോ. അപ്പൊ ഇനി ആ ഒരു രീതിയിലേക്കാകും പോകുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് തിരിയും. കോൺഗ്രസിന്റെ ഒരു പ്രത്യേക ഇതനുസരിച്ച് വോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല. പിന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധി അല്ലാതെ എടുത്തു പറയത്തക്ക തലയെടുപ്പുള്ള ഒരു നേതാവും കോൺഗ്രസിൽ പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ആരെയും കാണുന്നില്ല. അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിയായിട്ട് ഇനി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. ഇപ്പൊ CPM-ന്റെ കാര്യം തന്നെ എടുക്കാം. കേരളത്തിലാണ് ഉണ്ടായിരുന്നത്, ഇപ്പൊ അതും ഇല്ല. പക്ഷെ CPM അടിത്തറയുള്ള പാർട്ടിയാണ്, അത് നമ്മൾ നിഷേധിക്കാൻ പറ്റത്തില്ല. കാര്യം ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇനി ഒരു തിരിച്ചുവരവ്, അത് ഒരു ഇന്ത്യ മുന്നണി, ശക്തമായ ഇന്ത്യ മുന്നണി, അല്ലെങ്കിൽ ബി.ജെ.പിയെ എതിർത്ത് ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയിട്ട് തിരിച്ചു കയറാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, ഈ പ്രതിപക്ഷ നിരയിലെ ഒരു അനൈക്യം അതിപ്പോൾ ശക്തമാവുകയാണോ? തീർച്ചയായിട്ടും ഇത് ഈ ഇന്ത്യ മുന്നണി തീർത്തും തകർന്നു. ഒന്നാമത് കിരൺ ബാബു, ഈ രാഹുൽ ഗാന്ധി ഇപ്പം മുൻ പ്രേക്ഷകൻ പറഞ്ഞ പോലെ ഒരു ഇന്ത്യ പോലത്തെ രാജ്യത്തെ പ്രതിപക്ഷത്തെ നയിക്കാനുള്ള ഒരു കഴിവുള്ള നേതാവേയല്ല രാഹുൽ ഗാന്ധി. ഇപ്പൊ തമിഴ്നാട്ടിൽ നോക്ക്, എന്തുമാത്രം ചെറ്റത്ര ചെയ്ത് സ്റ്റാലിന്റെ കൂടെ ഇലക്ഷന് മത്സരിക്കുക, ജയിച്ചു കഴിഞ്ഞ പാട് നേരെ എതിർഭാഗത്തേക്ക് ആയുക. ഇതൊക്കെ തോന്നിവാസല്ലേ? ഇപ്പൊ ഒരു കാലത്ത് നമ്മുടെ നാട്ടില് ചന്ദ്രശേഖരൻ, VT സിംഗിനുള്ള കാലത്തുള്ള നേതാക്കന്മാർ ദേശീയ തലത്തിൽ ഇല്ല. ഇപ്പൊ MA വിജയരാഘവനൊക്കെയാണ് ദേശീയ നേതാക്കന്മാർ. അപ്പൊ ഇത് ഒരു ഏകകക്ഷി ഭരണം, ഒരു ഏക മുന്നണി ഭരണം ബി.ജെ.പി നേതൃത്വത്തിൽ കുറച്ചു കാലം തുടരും. ഇപ്പൊ ഈ നമ്മളെ കർണാടകയിൽ കാണുന്നില്ലേ? കർണാടകയിൽ ഈ ഇലക്ഷന് മുമ്പായിട്ട് ദേവഗൌരിയും ബി.ജെ.പിയും ഒന്നിച്ചതിനെങ്കിൽ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ലെന്ന് കർണാടകയിൽ അവിടെ ബി.ജെ.പിനെ വരുമായിരുന്നു. ഇപ്പം മമതയുടെ അവസ്ഥ നോക്ക്. മമതയുടെ കൂടെ ഇപ്പം 28 പേര് ഇങ്ങോട്ട് മാറാൻ തയ്യാറായാൽ മമതനെ ഇപ്പൊ 20 MP-മാരെ ബി.ജെ.പിയുടെ കൂടെ വേണം, അല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരും. അപ്പോൾ ഇവര് സ്ഥാനം പോകും. അതുകൊണ്ടാണ് ഇവർ കാത്ത് 8 പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാല് ആ 28 ആള് ബി.ജെ.പി പട്ടേണ്ടി ചെയ്യും. അപ്പോ കുറച്ചു കാലത്തേക്ക് ഇനി ബി.ജെ.പിന്റെ ഒരു ഏക മുന്നണി ഭരണം ഉണ്ടാവും എനിക്ക് തോന്നുന്നു. കാര്യം രാഹുൽ ഗാന്ധി അടിയന്തരമായിട്ടും കേരളത്തിൽ ഇപ്പൊ UDF വന്നത് പിണറായി വിജയനോട് വെറുപ്പുകൊണ്ടാണ്. അല്ല, ഒരു കാരണവശാലും UDF-നോട് അനുകൂലമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിട്ടല്ല പിണറായി വിജയനോടും ഇവരെ പാർട്ടി നയത്തോടുള്ള എതിർപ്പ്, ഒരു ഹിന്ദുത്വ പ്രീണനം, അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തിരിച്ചു വോട്ട് ചെയ്തു. ഇതൊക്കെ കൊണ്ടാണ് കോൺഗ്രസ് തകർപ്പണമായി കഴിഞ്ഞു. കോൺഗ്രസ് ഇനി ദേശീയ തലത്തിൽ രക്ഷയില്ല. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മാറിയിട്ട് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ശശി തരൂർ പ്രസിഡന്റ് ആക്കുക, എന്നാൽ കുറെ മാറ്റം ഉണ്ടാവും. ഇയാൾക്ക് ഒരു കഴിവില്ല, കഴിവ് കെട്ട നേതാവാണ് കിരൺ ബാബു. വല്ലാണ്ട് പറയാൻ.
ശ്രീ ദാസൻ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്, തകർന്നു നിന്ന ഒരു പാർട്ടിയെ മടക്കിക്കൊണ്ടിരുന്ന ആൾ. കഴിവുകെട്ട നേതാവാണെന്ന് പറയാൻ കഴിയില്ല. അയാൾക്ക് ചില കുഴപ്പങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇപ്പുറത്ത് വലിയ ശക്തിയായി മോദിയും അമിത്ഷായും ഒക്കെ നിൽക്കുന്ന BJP-യുടെ വലിയ സെറ്റപ്പിനോട് പൊരുതി നിന്ന് ഒരാൾ മടക്കി കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ തീരെ മോശക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. എവിടെയൊക്കെ മോദിയെ പറ്റി നമ്മൾ ഒരിക്കൽ വിമർശിച്ച് ഉടനെ അപ്പാടെ കെട്ടിപ്പിടിച്ച് പോകും. അയാൾക്ക് ഒരു പക്വതയില്ല നേതാവാണ്, ഒരു പക്വതയില്ല. അത് എങ്ങനെയാണ് ശ്രീ ദാസൻ? പക്വതയില്ലാത്ത തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചില്ല എന്ന് പറയാം. പക്ഷെ പക്വതയില്ലാത്ത ഒരു നിലപാടുകൾ ഒരിക്കൽ പോലും സ്വീകരിച്ചിട്ടില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്നാണ്. അല്ലാതെ അങ്ങനെ പക്വതയില്ലാത്തൊരു അല്ലെങ്കിൽ ഏതെങ്കിലും ആലോചിക്കാതെ ഒരു കാര്യം പറയുന്ന ഒരാളല്ല. പക്ഷെ രാഷ്ട്രീയ തന്ത്രത്തിൽ രാഹുൽ ഗാന്ധി ചിലപ്പോൾ പിന്നാക്കമായിരിക്കാം. പക്ഷേ രാഹുൽ ഗാന്ധി പക്വതയില്ലാതെ ഏതെങ്കിലും അഭിപ്രായം പറയുന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അത് ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഒരു തവണ മോദിക്കെതിരായിട്ട് പാർലമെന്റിൽ പുള്ളി ഭയങ്കരമായി പ്രസംഗിച്ചു. ഉടനെ പുള്ളി ചെയ്തെന്നാണ് പോയി കെട്ടിപ്പിടിച്ച് ആദ്യം മെഴുകിട്ട് നമ്മളെ കാണുന്നൊക്കെ നാണക്കടായി പോയില്ലേ. ഒരാളെ കെട്ടിപ്പിടിക്കുന്നതും ഇതൊക്കെ ഒരു തെറ്റായ കാര്യമാണോ? അതൊരു മറ്റു സന്ദേശമല്ലേ നൽകുന്നത്? അല്ല, പ്രഗത്ഭനാണെങ്കിൽ പ്രഗത്ഭൻ തന്നെ ആയിക്കോട്ടെ. ഇനി അടുത്ത പ്രധാനമന്ത്രി ആട്ടെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പ്രിയങ്ക ഗാന്ധി വരട്ടെ, മാറ്റം ഉണ്ടാവും. വ്യക്തമാണ്. തോമസ് ആണ് മാരാരിക്കുളത്ത് നിന്ന്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇപ്പോൾ ഇടതുപക്ഷത്തിന് എതിർപ്പുണ്ട്, പക്ഷെ അവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DMK യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. JMM പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ? ദുർബലമാവുകയാണോ ഈ ഇന്ത്യ സഖ്യം? സാറേ, അത് അല്ലേലും ദുർബലം തന്നെയായിരുന്നു സാറേ. അങ്ങനെ പറയാൻ കഴിയുമോ? കഴിഞ്ഞ തവണ 235 സീറ്റ് നേടി BJP-യുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തെ ഇല്ലാതെയാക്കിയ ഒരു സഖ്യമാണ്. അല്ല, അത് സാറേ, അത് കോൺഗ്രസ് രാജ്യത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. ഈ കോൺഗ്രസിൽ നിന്ന് പിളർന്നു പോയിട്ടല്ലേ മമതാ ബാനർജി ഉണ്ടാക്കിയത്. അത് തന്നെയല്ലേ ആം ആദ്മി പാർട്ടി. ഇവരെല്ലാവരും ഇങ്ങനെ ഓരോരോ സംഗതി ഉണ്ടായിക്കൊണ്ട് വരും. എന്നിട്ട് എല്ലാവർക്കും മുഖ്യമന്ത്രിയാണ്, എല്ലാവർക്കും പ്രധാനമന്ത്രിയാണ്. അപ്പൊ അതിന്റെ ഒരു ദോഷങ്ങളാണ്. ഇപ്പൊ തന്നെ DMK എന്ന് മാറിയെന്ന് പറഞ്ഞു. DMK-യിൽ നിന്ന് 59 വർഷം കോൺഗ്രസിന് മന്ത്രിസഭയിൽ ഇവര് സഖ്യം ഉണ്ടായത് കൊടുത്തില്ലായല്ലോ. ഇപ്പൊ ഒരു മന്ത്രിയെങ്കിലും കൊടുത്തില്ലേ, 1 2. അപ്പൊ അത് ഒരു താൽക്കാലികമായിട്ട് കൂട്ടിയാൽ മതി. പിന്നെ രാഹുൽ ഗാന്ധിയെ പറ്റി എല്ലാവരും വിമർശിക്കുന്നുണ്ട്. ഞാൻ രാഹുൽ ഗാന്ധിയുടെ ആളൊന്നുമല്ല. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ അച്ഛനെ നമ്മളെല്ലാവരും വെടിവെച്ച് വന്നതാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മേനെ നമ്മൾ വെടിവെച്ച് വന്നതാണ്. ആ ഒരു മഹത്വം കൂടി നമ്മൾ കാണിക്കേണ്ട സാറേ. അദ്ദേഹത്തോട് ചെറിയ സ്നേഹം അത് എല്ലാവർക്കും സാർ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എനിക്കതേ പറയാനുള്ളൂ. ഇത്രയും ഒക്കെ ചെയ്തിട്ട് അവര് നമ്മുടെ നാടിന് വേണ്ടി നിൽക്കുന്നത്. അവരുടെ സ്വത്ത് കൊണ്ടാണ് കഴിയുന്നത്, നമ്മുടെ ഒന്നും അല്ല കഴിയുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരെ ഇങ്ങനെ തേച്ചു മാറ്റി, ഇങ്ങനെ ദുർബലമാക്കി, ഇങ്ങനെ ഒരു മോശമായിട്ട് അവതരിപ്പിക്കുന്നതോട് സങ്കടം തോന്നുന്നുണ്ട്. അത്രേ പറയുന്നുള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യക്തിപരമായ അഭിപ്രായങ്ങളും ഒക്കെ ആയിരിക്കും ശ്രീ തോമസ് ഉണ്ടായിരിക്കുക. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, കഴിഞ്ഞ തവണ ഇന്ത്യ സഖ്യം BJP-യെ NDA സഖ്യത്തെ വിറപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇന്ത്യ സഖ്യം അങ്ങനെ ആ ശക്തി ഇപ്പോൾ അതിനുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഈ സഖ്യത്തെ തകർക്കുന്നതല്ലേ സാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ സാർ ഈ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്? അവർ തന്നെയല്ലേ ഈ സഖ്യത്തിനെ പൊളിച്ചെടുക്കുന്നത്? കാരണം നമ്മൾ ഈ തമിഴ്നാടിനെ പറ്റി ചിന്തിച്ചു നോക്കുക. തമിഴ്നാട്ടിൽ DMK-യുമായിട്ട് സഖ്യത്തിലിരിക്കുമ്പോഴാണ് മറുപക്ഷത്തെ ഒരു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ വേഗം അവിടെ പോയി പിന്തുണ കൊടുക്കും. അത് മറ്റുള്ള ഘടകകക്ഷികൾ ചെയ്താലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ടീം വളരെ കൂടുതൽ ആലോചിക്കേണ്ടതായിരുന്നു. അതും പ്രത്യേകിച്ച് ഒരു പ്രതിഭാസത്തിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സിനിമാ താരത്തിന്റെ ഒരു ഗവൺമെന്റിലാണ് ഇവർ പിന്തുണ കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത്രയും ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് രാജ്യത്ത് ഒരു സിനിമാ നടന്റെ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അതെങ്ങനെ പിടിച്ചു നിൽക്കാം. രാഷ്ട്രീയ ഗമ്മിക്കും സിനിമയിലെ ഗമ്മിക്കും രണ്ടാണ്. രാഷ്ട്രീയ ഗമ്മിക്ക് രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയത്തിൽ ഗോതയിൽ ഇറങ്ങി പഠിച്ചാലേ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാനാവും. അതിന് എന്റെ ഈ 60 വയസ്സിലെടുക്കുള്ള അനുഭവം അതാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ രാഷ്ട്രീയത്തെ പഠിച്ചാൽ മാത്രമേ പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് വളരെ മോശമായ തീരുമാനം. പിന്നെ ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് അവർ ആരെ കൂടെയും പോകും. കാരണം അവർക്ക് ഇപ്പൊ ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തുക എന്നുള്ളത് അവർക്ക് അധികാരമൊന്നുമല്ല. അവർക്ക് ദേശീയ പാർട്ടി അംഗീകാരം നിലനിർത്തേണ്ട ഒരു കടമയാണ്. അത് ആരുടെ കൂടെയും അവർ പോകും. ഒരു നിലപാട്, ഒരു ആദർശവും അവരില്ല. അവരൊക്കെ ബാലകൃഷ്ണൻ, ഈ ഇടതുപക്ഷ പാർട്ടികൾ ആരുടെ കൂടെ പോകുമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് അങ്ങനെ ഏത് ഘട്ടത്തിലാണ് ഇടതുപക്ഷ പാർട്ടികൾ ഇന്ത്യയിലെ സംഘപരിവാരത്തിനൊപ്പം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അധികാരത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ ഇടതുപക്ഷം പോയതായി ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? അതൊരു തന്ത്രമാണ് സാർ.
അതൊരു തന്ത്രമാണ്. അതിനുള്ള ചാൻസ് വരട്ടെ. മറ്റുള്ള അതിനുള്ള ചാൻസ് അല്ലേ ഏറ്റവും കൂടുതലുള്ളത്? അത് ഇപ്പൊ കേരളത്തിൽ BJP ഒരു ഇടതുപക്ഷ ശക്തിയായ കേന്ദ്രങ്ങളിൽ BJP അങ്ങനെ ഒരു പ്രധാനപ്പെട്ട എതിരാളിയല്ല. അപ്പോൾ അവരുമായി ചേരലല്ലേ നല്ലത്. പക്ഷേ ഇടതുപക്ഷം ഏതെങ്കിലും ഘട്ടത്തിൽ BJP-യുമായി ഇന്ത്യയുടെ ഈ ചരിത്രത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു സഖ്യത്തിന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത് സാർ. രാഷ്ട്രീയ പൊളിറ്റിക്സ് പഠിച്ചിട്ട് കളത്തിൽ ഇറങ്ങി പഠിച്ചവരാണ് CPIM. അതുകൊണ്ടാണ് അവർ ആർക്കൊപ്പം അധികാരത്തിന് വേണ്ടിയോ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആർക്കൊപ്പം പോവും എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പോയതിനൊരു ഉദാഹരണം താങ്കൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെ ഒരു ഉദാഹരണം ആ പാർട്ടിക്ക് മുന്നിലില്ല. ഹലോ ഹിന്ദുത്വവും ഹിന്ദു വർഗീയവാദവും പറഞ്ഞിട്ടല്ലേ RSSനെ കൂടുതൽ എതിർക്കുന്നത്? റൈറ്റ് അല്ലേ? മഹാരാഷ്ട്രയിൽ അവരെ ഗവൺമെന്റ് ആർക്കാ സപ്പോർട്ട്? ശിവസേനക്ക്. അപ്പൊ അങ്ങനെയൊന്നും സാർ ഇടതുപക്ഷത്തിന് ഇത് ഇടതുപക്ഷം കേരളത്തിൽ ഇപ്പം തന്ത്രം ഉപയോഗിക്കുന്നത്. ഇനി ഇൻ കേസ് BJP-യുടെ കൂടി നിന്ന് ഒരു വിജയം ഉണ്ടാവുമെന്ന് ചെയ്യുന്ന കാലത്ത് ബാലകൃഷ്ണൻ, ഞാൻ അതാണ് പറഞ്ഞത്. BJP കേരളത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്നു. അവിടെ BJP ഒരു കേരളത്തിലെ ഈ പറയുന്ന പോലെ മുഖ്യ എതിരാളിയല്ല. പക്ഷേ അവരൊരു പ്രധാനപ്പെട്ട പാർട്ടിയാണ്. അവരുമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ CPM സഖ്യത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും BJP-യുമായി CPM സഖ്യത്തിന് പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ഘട്ടത്തിലും CPM അധികാരത്തിന് വേണ്ടിയോ മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയോ CPM-ഓ ഇടതു പാർട്ടികളോ ഈ സംഘപരിവാര ശക്തികളുമായി എവിടെയെങ്കിലും ഒരു സഖ്യത്തിന് പോയിട്ടില്ല. അപ്പോൾ പിന്നെ അവർക്കെതിരെ വെറുതെ ഒരു ആക്ഷേപം, തന്ത്രത്തിൽ അവർ മോശമാണ് അല്ലെങ്കിൽ മറ്റു കാര്യത്തിൽ അവർ പ്രകടനം മോശമാണ്, അതൊക്കെ പറയാം. പക്ഷെ അവര് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആരുമായും കൂട്ടുചേരുമെന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റത്തില്ല. മഹാരാഷ്ട്രയിൽ താങ്കൾ പറയും, ഉദാഹരണം ചൂണ്ടിക്കാണിക്കൂ. മഹാരാഷ്ട്രയിൽ ആ സഖ്യത്തിലാണോ CPM മത്സരിച്ചത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? എങ്ങനെ പിന്തുണ ആ സർക്കാരിൽ പിന്തുണ കൊടുത്തിരിക്കുകയാണ്? ഞാൻ ചോദിച്ചത് ആ സഖ്യത്തിലാണോ മത്സരിച്ചത് CPM? അവിടെ ഏതെങ്കിലും CPM അവിടുത്തെ BJP സഖ്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ശിവസേന സഖ്യത്തിലാണോ CPM മത്സരിച്ചോ? അതൊരു സാങ്കേതികത്വം മാത്രമാണ്. അതായത് സാങ്കേതികത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് BJP-യുമായി ചേർന്ന് മത്സരിച്ചു, ശരിയാണ്. ഇന്ത്യയിൽ വളരെ കുറച്ച് പാർട്ടികൾ മാത്രമേ ഉള്ളൂ BJP-യുമായി ഒരു ഘട്ടത്തിലും സഖ്യം ഉണ്ടാക്കാത്ത പാർട്ടികൾ. DMK സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, തൃണമൂൽ കോൺഗ്രസ് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷം പാർട്ടികളുമുണ്ട്. അത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ 2-3 പാർട്ടിയേ ഉള്ളൂ. CPM കാണും, CPI കാണും, അല്ലെങ്കിൽ RJD കാണും, ലാലു പ്രസാദ് യാദവിൻ്റെ, അല്ലെങ്കിൽ അഖിലേഷ് യാദവ് ഇപ്പോൾ നയിക്കുന്ന മുലായം സിംഗ് യാദവ് നയിച്ചുകൊണ്ടിരുന്ന SP കാണും. ഇതൊഴികെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പാർട്ടികളും കാലാകാലങ്ങളിൽ ഇപ്പൊ BJP-ക്ക് തന്നെ അങ്ങനെയൊന്നുമില്ല. BJP PDP ആയിട്ട് വരെ സഖ്യം ഉണ്ടാക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അങ്ങനെ സഖ്യം ഉണ്ടാക്കാത്ത 3-4 പാർട്ടികളുണ്ട്. ആ പാർട്ടികൾ എത്ര ദുർബലമായാലും അവരുടെ ആ നിലപാടിനെ അംഗീകരിക്കണ്ടേ? അല്ല സാർ പ്രതികരിക്കാനല്ലേ വിളിച്ചത്? അല്ല, താങ്കൾ തെറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ അതങ്ങനെ അംഗീകരിക്കുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല സാർ. പറ്റില്ലെന്ന് പറയാൻ താങ്കൾ എന്നാൽ അതിന്റെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കൂ. ഉദാഹരണം മഹാരാഷ്ട്രയിൽ ശിവസേന. മഹാരാഷ്ട്രയിൽ ഏത് സഖ്യത്തിലാണ് CPM മത്സരിച്ചത്? പിന്തുണ കൊടുത്തിട്ടുണ്ടോ സർക്കാരിന്? ഏത് സർക്കാരിന്? എവിടെ? താങ്കൾ ഏത് സഖ്യത്തിലെ CPM കഴിഞ്ഞ തവണ മത്സരിച്ചത്? ഈ മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടാണോ? ഈ കോൺഗ്രസ് കൊടുത്ത ശിവസേനക്ക് കൊടുത്ത സഖ്യത്തിൽ അവർ ശിവസേനയ്ക്ക് കൊടുത്ത സഖ്യത്തിൽ ഒന്നും കോൺഗ്രസ് CPM അംഗമല്ല. അത് സാറ് പറയുന്നതല്ലേ? ഞാനല്ല പറയുന്നത്. പാർട്ടിയും താങ്കൾക്ക് വ്യക്തമല്ലേ? താങ്കൾ വെറുതെ ഒരു ആരോപണം ഒരു പാർട്ടിക്ക് നേരെ ഉന്നയിക്കുന്നത് ശരിയല്ല. അതെ, ഇടതുപക്ഷ പാർട്ടികൾ ഒരു നിലപാടുമില്ല. അവർക്ക് ദേശീയ പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾക്ക് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ആ കാര്യത്തിൽ നിലപാട് അവർക്കുണ്ട്. ആ നിലപാടിന് വിരുദ്ധമായി അവർ ഇതുവരെ പ്രവർത്തിച്ചിട്ട് ഞാനതാ പറഞ്ഞേ, ഇന്ത്യയിൽ BJP-യുമായി സഖ്യത്തിൽ പോകാത്ത 3-4 പാർട്ടികളെ ഉള്ളൂ. ആ പാർട്ടി ഒരു കാലത്തും അവരുമായി സഖ്യത്തിൽ പോയിട്ടില്ലാത്ത പാർട്ടികൾ. ആ പാർട്ടികളിൽ ഒന്നാണ് ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിലെ. ഒരിക്കലുമല്ല, ഒരു സാങ്കേതികത്വം മാത്രം. സാങ്കേതികത്വമല്ല, അതൊക്കെ നിലപാടാണ് ശ്രീ ബാലകൃഷ്ണൻ. അല്ലാതെ കാലാകാലങ്ങൾ അധികാരം പിടിക്കാൻ വേണ്ടി ആർക്കൊപ്പം പോകുന്നവരെ പോലെയാണോ? നിയമസഭയിൽ ഭൂരിപക്ഷം കൊടുക്കാൻ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്തുണ തന്നെയാ. ഏത് പിന്തുണ എവിടെ കൊടുക്കുന്നത് താങ്കൾ ഈ പറയുന്നത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? വെറുതെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ മതിയോ? ശിവസേനക്ക് കൊടുത്തിട്ടുണ്ട്. ശിവസേനയ്ക്ക് ഒരു ഇടത് സഖ്യം ശിവസേനയുടെ സഖ്യത്തിന്റെ ഭാഗമാണോ? ശരി, ഓക്കെ ബാലകൃഷ്ണൻ, താങ്കളുടെ ഒരു കാര്യം പറഞ്ഞാൽ താങ്കൾ ഞാൻ പറഞ്ഞോട്ടെ. ശരി ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ സഖ്യം, ആ സഖ്യം ഇപ്പോൾ വല്ലാതെ ദുർബലമാവുകയാണോ? നമസ്കാരം കിരണെ. ഒരു ദുർബലവുമാവുന്നില്ല. ഇത് രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമാണ്. ഒരു ദുർബലവും ഇല്ല. അങ്ങനെ ദുർബലമാവാനൊട്ട് ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല. ജനാധിപത്യ മതേതര വിശ്വാസികൾ ഒരിക്കലും സമ്മതിക്കുകയില്ല. പിന്നെ ഇവിടെ പലരും പറയുന്ന അഭിപ്രായത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ CPM പലതവണ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പല പ്രാവശ്യവും. ഇന്ന് BJP വെറും 3 സീറ്റുമായിരുന്ന BJP-യെ ഇന്ന് ഇന്ത്യയിൽ ഭരണം ഉണ്ടാക്കി കൊടുത്തതിന് തുടക്കക്കാര് ആരാന്ന് ചോദിച്ചാൽ CPM ആണെന്ന് ഞാൻ വീണ്ടും ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ വീണ്ടും പറയും.
1977 മുതലുള്ള ചരിത്രം നമുക്കറിയാം. അത് ഇപ്പോ അദ്ദേഹം പറഞ്ഞതുപോലെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നിങ്ങൾ പറഞ്ഞ കണക്ക് ഈ ഒരു മുന്നണിയിൽ ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിലും കോൺഗ്രസിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി 77 മുതൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ പുറത്താക്കിയിട്ട് വീണ്ടും കോൺഗ്രസിനെ പുറത്താക്കാൻ വേണ്ടി CPM എല്ലാ കാലവും കോൺഗ്രസിന്റെ എതിരാളിയായ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ. അവർ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനല്ലാതെ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ വേണ്ടി നിൽക്കും. അവർ BJPയെ പരാജയപ്പെടും. BJPയും കോൺഗ്രസും വന്നാൽ അവിടെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അവർക്ക് കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ട പ്രത്യേകിച്ച് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ലല്ലോ. BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർക്ക് ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ അവർ കോൺഗ്രസുമായി ചേരുന്നു. ആ കോൺഗ്രസ് തന്നെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ DMKയുമായി സഖ്യത്തിൽ നിന്ന് ജയിച്ച കോൺഗ്രസുകാർ ഇരുട്ട് വെളുക്ക് മുമ്പേ അവിടെ വിജയുടെ ഒപ്പം ചാടി. ബാക്കി പാർട്ടികളൊക്കെ ചാടി. അവർ DMKയുമായി ചർച്ച നടത്തിയിട്ടാണ് പോയത്. ഇത് ഒരു ചർച്ചയുമില്ല. ഇരുട്ടി വെളുക്ക് മുമ്പേ അവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് മറ്റു മുന്നണിയിലേക്ക് ചാടി. അപ്പോൾ DMK ഇന്ത്യ സഖ്യം ഇല്ലാതാക്കിയത് കോൺഗ്രസ് അല്ലേ? വേറെ ആരെങ്കിലും ആണോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഈ CPMന് അല്ലെങ്കിൽ ഇടതു പാർട്ടി CPMന് ഒരു നിലപാട് ഉള്ളതെന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ഏത് ശൈത്താനുമായി കൂട്ടുകെട്ടുണ്ടാവും എന്ന് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ബിനോയ്, BJP ശക്തി പ്രാപിച്ചപ്പോൾ BJP അധികാരത്തിൽ വരാതിരിക്കാൻ ഇന്ത്യയിലെ ഒരു മതേതര പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസുമായി യോജിച്ചു പോകാം. അവരുടെ രാഷ്ട്രീയ ലൈൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളൊക്കെ സ്വീകരിച്ച ലൈനാണ്. അല്ലാതെ അവർക്ക് ആർക്കെങ്കിലും കോൺഗ്രസുമായി എന്തെങ്കിലും മിത്രം ഉണ്ടായിട്ടില്ല. അവർ കോൺഗ്രസ് അവരുടെ മിത്രമായിട്ടോ കോൺഗ്രസ് അവരെ ഇന്ത്യയെ നയിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല. BJPയെ തകർക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കൂടെ വേണം. ആ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അവർ കൂടെ നിന്നിട്ടുള്ളത്. അല്ലാത്ത ഘട്ടത്തിൽ അവരെ എതിർത്തല്ലേ, കേരളത്തെ എതിർത്തല്ലേ മത്സരിക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട കിരണെ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഇന്ത്യയിൽ BJP വളരുവാൻ കാരണം CPM ആണെന്ന് ഞാൻ ഇപ്പോഴും വീണ്ടും പറയുന്നു. BJPയുടെ കാലം, അതായത് ജനസംഘം മുതൽ ഈ കോൺഗ്രസിനെ ഒഴിച്ച് നിർത്തുവാൻ വേണ്ടി BJPയെ പിന്തുണച്ചു. നിങ്ങൾ പറയുന്നത് പ്രത്യക്ഷമായിട്ടല്ല, പക്ഷെ അവര് വളരാൻ വളമിട്ട് കൊടുത്തത് ഉറപ്പായിട്ട് CPM ആണ്. ഞാൻ അതല്ലേ 77 കണക്ക് പറയും. പിന്നെ 89 നമുക്കറിയാം ഈ VP സിംഗിന് വേണ്ടിയിട്ട് ഇവർ രണ്ടുപേരും കോൺഗ്രസിനെ മാറ്റി നിർത്താൻ വേണ്ടി ഇവര് രണ്ടുപേരും പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണ്. ബാക്ക് ഡ്രൈവ് സീറ്റ് ചെയ്തതാണ് ഇവർ രണ്ടുപേരും. ബിനോയ്, ഞാൻ അത് തന്നെയാണ് വിശദീകരിച്ചത്. ആ കാലത്ത് CPMന്റെ പ്രധാനപ്പെട്ട എതിരാളികൾ ആരാണ്? കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി മറ്റ് സഖ്യവുമായി അവർ യോജിച്ചു നിൽക്കില്ലേ? കോൺഗ്രസിനേക്കാൾ അപകടകാരിയായ മറ്റു പാർട്ടി വരുന്നു. ആ സമയത്ത് മാത്രമാണ് അവർ ഇപ്പോഴും. അല്ലാതെ കോൺഗ്രസ് CPM സഖ്യത്തിന്റെ ഭാഗ്യമൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഈ പാർട്ടികളിൽ ഒന്നും സഖ്യത്തിന്റെ ഭാഗമല്ല. കോൺഗ്രസിനെ BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് ആവശ്യമായതുകൊണ്ട് കോൺഗ്രസുമായി അവർ യോജിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് എന്ത് ബന്ധമാണ് ഈ പാർട്ടികൾ തമ്മിലുള്ളത്? ആ പാർട്ടിക്ക് സ്വാഭാവികമായും കോൺഗ്രസിന്റെ എതിരാളികൾ തന്നെയല്ലേ? കിരണെ, അവരുടെ നയവും അവരുടെ ബൈലോയും നോക്കണം. ഒരിക്കൽ പോലും ഇന്ത്യയിലെ BJP എന്ന് പറഞ്ഞാൽ സംഘപരിവാർ RSS ചേരുന്നതാണ്. അവരുമായിട്ട് ചങ്ങാതിത്വം കൂടാൻ ഒരിക്കൽ പോലും CPMന്റെ ബൈലോ അംഗീകരിക്കുകയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനത്തിനെ മാറ്റി നിർത്തുവാൻ, അവർക്ക് അധികാരത്തിൽ പിന്നെയെങ്കിലും കയറാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന കോൺഗ്രസിനെ മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള പ്രയോജനത്തിൽ അവർ വേറെ ആരോ നാഷണൽ പാർട്ടികളുമായിട്ട് കൂടട്ടെ, കുഴപ്പമില്ല. ഒരു ജനാധിപത്യ മതേതര പാർട്ടിയായിട്ട് ബിനോയ്, ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. ബിനോയ്, ഞാൻ ചോദിച്ചത് അത് തന്നെയാണ്. അന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം. അന്ന് BJP ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്ന അവസ്ഥയൊന്നും ഇല്ലല്ലോ. അന്ന് അവരുമായി സഖ്യത്തിലൊന്നും അല്ല ചേർന്നത്. ഒരു സഖ്യത്തെ VP സിംഗിന്റെ സർക്കാരിനെ രണ്ടുപേർ പുറത്തു നിന്ന് പിന്തുണച്ചു. അതിനപ്പുറത്തേക്ക് എന്ത് കാര്യമാണ് ചെയ്തത്? അതിനകത്ത് എങ്ങനെയാണ് BJP അധികാരത്തിൽ വരാൻ ഇവരാണോ വഴിയൊരുക്കിയത്? അല്ലല്ലോ. BJP അധികാരത്തിൽ വരാൻ വഴിയൊരുക്കിയത് കോൺഗ്രസ്സുകാരല്ലേ? കോൺഗ്രസ് അല്ലേ തകർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നത് തകർന്ന് തരിപ്പണമായതും ഇപ്പോഴും പ്രതിപക്ഷ നിരയിൽ തന്നെ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ച് അവിടുത്തെ ഏറ്റവും കൂടുതൽ ഉറച്ചു നിന്ന ആളാണ് സ്റ്റാലിൻ. ആ സ്റ്റാലിനെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഒറ്റ രാത്രി കൊണ്ട് തള്ളിപ്പറഞ്ഞില്ലേ? അല്ലല്ല തള്ളിത്തില്ല. അല്ലല്ല ഞാൻ പറയട്ടെ, സ്റ്റാലിന് ഞങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങൾ പറയുന്നു, സ്റ്റാലിൻ അവിടെ ഞങ്ങളുടെ MLA-മാരുണ്ട്. സാധാരണ എല്ലായിടത്തും മുന്നണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ MLA-മാരെയൊക്കെ മന്ത്രിയാക്കാറുണ്ട്. സ്റ്റാലിൻ ആരെയും ആക്കാറില്ലല്ലോ. സ്റ്റാലിൻ അവിടെ ചോദിക്കുന്ന സീറ്റ് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും രാജ്യസഭയിലേക്കും ഒക്കെ ആളുകളെ വിടുന്നതിനാ.
അല്ലാതെ ഈ അവിടെ കോൺഗ്രസിന് അർഹതപ്പെട്ട സീറ്റ് കോൺഗ്രസിന്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണോ സ്റ്റാലിൻ തന്നോണ്ടിരുന്നത്, അല്ലെങ്കിൽ സി പി എമ്മിന്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റാണ് തന്നോണ്ടിരുന്നത്? അല്ല, അതിൽ കൂടുതൽ സീറ്റ് തന്നത് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം തരുന്നില്ല, പകരം നിങ്ങൾക്ക് രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും അംഗങ്ങളെ തരും. അങ്ങനെ തന്നെയല്ലേ സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്നത്? അല്ല, അവരുടെ കൂടെ മത്സരിച്ച് വോട്ട് വാങ്ങി ജയിച്ചിട്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ സർക്കാരിൽ വോട്ട് വാങ്ങി ജയിച്ച ലീഗുകാർ നാളെ പറയുന്നു ഞങ്ങൾ LDF-നൊപ്പം പോകാന്ന് പറഞ്ഞാൽ താങ്കൾ വഞ്ചന അല്ല എന്ന് പറയുമോ? അല്ലല്ല, ഓരോ പാർട്ടിക്ക് ഓരോ നിലപാടില്ലേ? അതാ ചോദിച്ചത്. നാളെ ലീഗുകാർ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ കോൺഗ്രസിനൊപ്പം ഇല്ല, ഞങ്ങൾ LDF-നൊപ്പം പോകാന്ന് പറഞ്ഞാൽ അത് വഞ്ചനയാണോ അല്ലയോ? ഞങ്ങള് TV അല്ല, അതല്ലെന്ന് പറയണ്ട, അതിന് അവിടെ എന്താണ് സ്റ്റാൻഡ്? പോയത് ഞങ്ങള് TVK എന്ന് പറയുന്നത് വർഗീയ പാർട്ടി അല്ല. CPM വർഗീയ പാർട്ടിയാണോ? അല്ലല്ലോ, ലീഗിന് CPM-ന്റെ കൂടെ ചേർന്നുകൂടെങ്കിൽ പിന്നെ ഞാൻ പറയട്ടെ, TVK BJP-യുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായിട്ട് പറയുന്ന ആ TVK പിന്നെ പിന്താങ്ങേണ്ടത് ഞങ്ങളാണ്. ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനമായ കോൺഗ്രസ് ആണ്. അപ്പൊ ആ കോൺഗ്രസ് അങ്ങനെ പിന്തുണയ്ക്കും. ഞങ്ങൾ എക്കാലവും വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത്. ഞാൻ അത് തന്നെയാണ് ചോദിച്ചത്. എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഒരു മിനിറ്റ് ബിനോയ്, അവിടെ CPM-ഉം CPI-യും കോൺഗ്രസും DMK എല്ലാം ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ചവരാണ്. ലീഗ് അടക്കമുള്ളവർ മത്സരിച്ച അങ്ങനെയാണ്. ആ സഖ്യത്തിൽ നിന്ന് CPM-ഉം CPI-യും ഒക്കെ അവരും പിന്തുണ കൊടുത്തു. ആർക്ക്? വിജയുടെ പാർട്ടിക്ക്, TVK-ക്ക് പിന്തുണ കൊടുത്തു. അവരെങ്ങനെയാണ് പിന്തുണ കൊടുത്തത്? അവർ സ്റ്റാലിനുമായി ചർച്ച നടത്തി. അവിടെ അങ്ങനെ ഒരു മുന്നണി ഉണ്ടാവണം, മുന്നണി ഒരു സർക്കാർ ഉണ്ടാവണം. സർക്കാർ ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അതൊരു അസ്ഥിരമായ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് അവിടെ ഒരു മതേതര പാർട്ടി അവിടെ മുന്നിൽ നിൽക്കട്ടെ, അതിനുവേണ്ടി സ്റ്റാലിൻ്റെയും DMK-യുടെ അനുമതിയോടുകൂടിയാണ് അവരെല്ലാം പോയത്. പക്ഷേ കോൺഗ്രസ് എന്താ ചെയ്തത്? ഈ അവരുടെ DMK-യുടെ വോട്ട് വാങ്ങി ജയിച്ച് ഒറ്റ രാത്രി കൊണ്ട്, രാത്രി ഇരുട്ട് എടുത്തപ്പോഴത്തേക്ക് വോട്ട് വാങ്ങിയവരെ തള്ളിക്കളഞ്ഞിട്ട് മറ്റേ സഖ്യത്തിന്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ അത് വഞ്ചനയല്ല, വേറെ എന്താണ്? അല്ല, വഞ്ചന. നമ്മുടെ മുന്നണിയില് അവിടെയുള്ള അസംബ്ലി ബാക്കിയുള്ള സീറ്റുകളെല്ലാം ഞാൻ പറയട്ടെ, ഒരു കാലത്ത് ഒരു കാലമൊക്കെ ഇവിടെ ഇപ്പൊ അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ ഒരു മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള ശേഷി കോൺഗ്രസിനില്ല. അവിടെ ഈ പറയുന്നത് പോലെ CPM-ഓ CPI ഒക്കെ പോലെ ഒരു ചെറുകിട പാർട്ടിയാണ് കോൺഗ്രസ്. ഇവിടെ എവിടെ? തമിഴ്നാട്ടിൽ. അതിനേക്കാൾ ഇച്ചിരി വലുപ്പം കാണും. അതിനപ്പുറത്തേക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ അവിടെ എവിടെയും ശേഷിയില്ല. അല്ല, ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന്? BJP-യെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഏത് കക്ഷികളും എന്ത് വിട്ടുവീഴ്ചയാണ് നിങ്ങൾ BJP ഒഴിവാക്കാൻ വേണ്ടി ചെയ്തത്? BJP-യെ ഒഴിവാക്കാൻ വേണ്ടി അവിടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒക്കെ അവിടെ ഒന്നും ഇല്ലെങ്കിൽ പോലും അവര് കുതിരക്കച്ചവടത്തിന് അവിടെ ശ്രമിച്ചു. ശരി ശ്രീ ബിനോയ്, താങ്കൾ ഇപ്പോഴും താങ്കളുടെ പാർട്ടി, ഞാനതുകൊണ്ട് വളരെ സിമ്പിളായി ചോദിച്ചത്, കേരളത്തിൽ നിന്ന് ഒരുമിച്ച് മത്സരിച്ചിട്ട് ലീഗ് പോയായിരുന്നെങ്കിൽ ഇതേ കാര്യം പറയുമായിരുന്നു. താങ്കളോട് പറയട്ടെ, ഞങ്ങൾ തമിഴ്നാട്ടിൽ മാത്രമുള്ള ഒരു പാർട്ടിയല്ല, ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പാർട്ടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തില്ലെന്നല്ലേ നിങ്ങൾ തെളിയിച്ചത്? വിശ്വസിക്കാൻ പറ്റത്തില്ലെന്ന്. ഞങ്ങൾ ഈ രാജ്യം നിലനിൽക്കുവാൻ വേണ്ടി വർഗീയ കക്ഷികളെ, സംഘപരിവാറിനെ, BJP-യെ മാറ്റി നിർത്തുവാൻ വേണ്ടി ഞങ്ങൾ ആരുമായിട്ട് സന്ധി ഉണ്ടാക്കുമെന്ന് അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. പിന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയാം, ഈ ജനാധിപത്യത്തിൽ ഒരു മര്യാദ ഉണ്ടാകണം. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, സ്റ്റാലിൻ ഞങ്ങളുടെ MLA-മാർ അവിടെ ജയിച്ചിട്ട് മന്ത്രിസഭയിലേക്ക് 1 or 2 പേരെ ഇതുവരെ പോലും കോപ്പി ചെയ്തിട്ടില്ല. ശ്രീ ബിനോയ്, അതാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. ശ്രീ ബിനോയ്, അതിലൊന്നും ബിനോയ് ഇപ്പൊ പറഞ്ഞതിൽ ഒരു ന്യായവുമില്ല. ഇത് വെറും ന്യായീകരണം മാത്രമാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ഒരു മിനിറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്റ്റാലിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ നിങ്ങളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന്? ഇല്ല. അതിനു മുമ്പും സ്റ്റാലിന് കഴിഞ്ഞ തവണയും അങ്ങനെയായിരുന്നു, അതിനു മുമ്പും എല്ലാം അങ്ങനെയായിരുന്നു. അവിടെ മന്ത്രിസഭയിലേക്ക് ഈ CPM-നെയോ CPI-യോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ ഉൾപ്പെടുത്തില്ല. അതിന് പകരമായി അവർക്ക് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നിയമസഭയിലേക്കും കൂടുതൽ സീറ്റുകൾ നൽകും. അത് അവിടുത്തെ രീതിയാണ്. അത് രീതി അംഗീകരിച്ചുകൊണ്ട് പറയാം. എങ്കിൽ പിന്നെ നിങ്ങൾ ആ സഖ്യത്തിൽ അതിനു മുമ്പ് ഇറങ്ങി പോരണമായിരുന്നു. നിങ്ങൾ TVK-യുടെ കൂടെ മത്സരിക്കണമായിരുന്നു. എന്തായിരുന്നു മത്സരിക്കാൻ? ആളുകളും ഞാൻ പറഞ്ഞോട്ടെ, തമിഴ്നാട് കോൺഗ്രസില് പകുതി ആളുകളും സ്റ്റാലിനുമായിട്ട് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. സത്യത്തിൽ നിങ്ങൾക്കറിയാം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്കറിയാം, ഞങ്ങൾ 1ഉം 2ഉം 3ഉം ഘട്ടം അവിടെ വിജയിയായിട്ട് ചർച്ച നടത്തിയിരുന്നു. ഭൂരിപക്ഷ അഭിപ്രായം ഇവരുമായിട്ട് ഇപ്രാവശ്യം മത്സരിച്ച് വരട്ടെ, നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഒരു തൂക്ക് മന്ത്രിസഭ വരുമ്പോൾ ഇങ്ങനെ ഒരു താല്പര്യമുണ്ട്. പക്ഷേ ശ്രീ ബിനുകുമാർ ചടയമംഗലത്ത് നിന്നാണ്. ശ്രീ ബിനുകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താവും? ഇന്ത്യ സഖ്യം നിലവിൽ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഒരു രാജ്യത്തിനായാലും ഒരു സ്റ്റേറ്റിനായാലും ഒരു പ്രതിപക്ഷം ഇല്ലെന്ന് പറയുമ്പോൾ ഇത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച ഒരാൾക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാറുണ്ട്. അതായത് മറ്റൊന്നുമല്ല,
ഈ 100 സീറ്റ് തികച്ചത് ഈ പാവപ്പെട്ട കൊച്ചു പാർട്ടികളെ പല സ്റ്റേറ്റുകളിൽ നിന്ന് ക്രോഡീകരിച്ചാണ് 100 സീറ്റ് കോൺഗ്രസ് ഉണ്ടാക്കിയത്. അതിന് അവർക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. പക്ഷെ അവര് തമിഴ്നാട്ടിൽ ചെയ്ത് എന്താണ്? ശരിക്കും പറഞ്ഞാൽ ദ്രാവിഡ പാർട്ടിയായ DMK-യുടെ ആ ഒരു പ്രഭാവത്തിലാണ് ഈ 4-5 സീറ്റ് ഒപ്പിച്ചത് MLA. അപ്പൊ അതിനുശേഷം TVK ആയിട്ട് പോകുമ്പോഴത്തേക്ക് നാളെ അവരെ വിശ്വസിക്കാക്കൂല. അവർക്ക് എവിടെയാണ് സാഹചര്യം കിട്ടുന്നത് കഴിഞ്ഞാൽ അതിലേക്ക് അങ്ങ് പോകും. ഈ ഒരു സ്വഭാവം കോൺഗ്രസ് എന്ന് പിടികൂടിയോ അന്ന് മുതലാണ് ഇതിന് മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാലാകാലങ്ങളിൽ ഓരോ രാഷ്ട്രീയ കക്ഷികൾക്കും ഓരോ സമയമുണ്ട്. ആ സമയം മാറിക്കഴിഞ്ഞാൽ പോയി. ഇപ്പം തന്നെ പിടിച്ചിരിക്കുന്നത് 14,000 കോടി രൂപയുള്ളതുകൊണ്ടാണ് ഈ പാർട്ടി പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഈ രാജ്യത്ത് പിടിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഫണ്ട് കിടക്കുന്നുണ്ടാണ്. ഈ ഫണ്ട് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ഈ വലിയ നേതാക്കന്മാർ നമ്മളീ ആദരിക്കുന്ന കോൺഗ്രസിന്റെ ഈ കുടുംബ നേതാക്കന്മാർ മോലും ഇത് കടിച്ചു തൂങ്ങി കിടക്കുന്ന ഈ ഫണ്ട് ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ. അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് തോന്നുന്നു നിലനിൽക്കുന്നത് പോലും ആ ഫണ്ട് ഉള്ളത് കൊണ്ടാണ്. പിന്നെ രാഷ്ട്രീയത്തില് നമുക്ക് സ്ഥിരമായ ശത്രുക്കളൊന്നുമില്ല സാറേ. ഈ മമതാ ബാനർജിയും ഈ പറഞ്ഞ ഈ ദ്രാവിഡ പാർട്ടിയായ കരുണാനിധിയുടെ DMK ഒക്കെ ഇതിനകത്ത് മന്ത്രിസഭയിൽ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴത്തേക്കും നിലവിലുണ്ടായിരുന്നു. മുരശലിമാരൻ, റെയിൽവേ മന്ത്രി മമതാ ബാനർജി ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നാളെ കേരളത്തിലെ സാർ പറഞ്ഞ കണക്ക് മുസ്ലിം ലീഗുമായിട്ട് BJP ഒരു മുന്നണി ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു അത്ഭുതമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം യഥാർത്ഥ മതേതര മുന്നണി അതാകും ഇപ്പോഴും. ശരി, എന്തായാലും ഒന്ന് മതേതര മുന്നണി ആവില്ല എന്നൊക്കെ മറ്റു കാര്യം. ശ്രീ വിനുകുമാർ, ശ്രീ കൃഷ്ണകുമാറാണ് ഹൈദരാബാദിൽ നിന്നാണ് വിളിക്കുന്നത്. നമസ്കാരം. ശ്രീ കൃഷ്ണകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇന്ത്യ മുന്നണിയുടെ ഭാവി ഇതിപ്പോൾ താൽക്കാലിക പ്രശ്നം മാത്രമാണോ അതോ അതിനപ്പുറത്തേക്ക് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ടോ? സത്യത്തില് BJP എന്ന് പറയുന്ന പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി ഏതാനും പാർട്ടികൾ ചേർന്നൊരു സഖ്യം രൂപീകരിച്ചു. പക്ഷെ ആ സഖ്യം നിലനിൽക്കണമെന്നോ അത് മുന്നോട്ട് പോകണമെന്നോ അതിലുള്ള പല മെമ്പേഴ്സിനും ആഗ്രഹമില്ല. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് മമതാ ബാനർജിക്ക് ബംഗാളിലെ മുഖ്യമന്ത്രിയായിട്ട് തുടരണം, ഒറ്റയ്ക്ക് ഭരിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ കോൺഗ്രസിനെ CPM-നെ എതിർക്കും. കേരളത്തിൽ കോൺഗ്രസിനെ ഒറ്റയ്ക്ക് ഭരിക്കണം, അതിനു വേണ്ടിയിട്ട് CPM-നെ എതിർക്കും. എന്നാൽ ഈ പാർട്ടികളെല്ലാവരും ഇന്ത്യ മുന്നണിയിൽ ഉണ്ട് അതിനും. അതുപോലെ തന്നെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് കോൺഗ്രസിന് ഭരണം പിടിക്കണം. പക്ഷെ അവിടെ BJP അധികാരത്തിൽ വന്നു ഈ പോട്ടി കാരണം. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വ്യവസ്ഥയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാർട്ടി നിലനിൽക്കില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം താങ്കൾ പറയുന്ന കേട്ടു. രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവാണ്, സമ്മതിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് പല കാര്യത്തിലും പക്വതയില്ല. രാജ്യത്തിന്റെ പാർലമെന്റിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഡിസ്കഷൻ നടക്കുന്ന സമയത്ത്, അതായത് ഉദാഹരണത്തിന് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നശിപ്പിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നോക്കുമ്പോൾ അതിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം വിദേശത്ത് പോയിട്ട് BMW മോട്ടോർ ബൈക്കും കാറും ഓടിച്ചു നടന്നു. ഇതൊരു പ്രതിപക്ഷ നേതാവിന് ചേർന്നൊരു പ്രവൃത്തിയല്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ തുടരുന്നിടത്തോളം കാലം BJP-യോട് വിജയിക്കും. പിന്നെ ഒരു കാര്യം, എനിക്ക് മുമ്പ് സംസാരിച്ച ഒരാൾ പറയുന്നത് കേട്ടു, ഇന്ത്യയിൽ BJP-യെ വളർത്തി കോൺഗ്രസിനെ തളർത്തിയത് CPM ആണെന്ന്. സത്യത്തിൽ കോൺഗ്രസിനെ തളർത്തിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഇത് ഉറച്ചു പറയേണ്ടി വരും. കാരണം ജവഹർലാൽ നെഹ്റു പൂട്ടിവെച്ച അയോധ്യയിലെ മന്ദിര് അദ്ദേഹത്തിന്റെ പൗത്രൻ തുറന്നു കൊടുത്തു തർക്കം തീർക്കാതെ. അതിനുശേഷം അധികാരത്തിൽ വന്ന നരസിംഹറാവു സുപ്രീം കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ടും അവിടെ പള്ളി പൊളിപ്പിച്ചു. ആ പള്ളി പൊളിക്കുമ്പോൾ ആ പട്ടാളത്തെ അയച്ചാൽ തടയാതെ അതിന് കൂട്ടുനിന്നു. അതിനുശേഷമല്ലേ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നത്. അതുവരെ BJP ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സത്യത്തിൽ ആരായിരുന്നു ഇതിനെല്ലാം ഉത്തരവാദി? കോൺഗ്രസ് നശിക്കുന്നെങ്കിൽ ആ കോൺഗ്രസ്സുകാർ തന്നെയാണ്. പല കോൺഗ്രസിന്റെ മരിച്ചുപോയ നേതാക്കളടക്കം അതിന് ഉത്തരവാദിയാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ കൃഷ്ണകുമാറാണ് പ്രതികരിച്ചത്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക്. അവരുടെ സലീമേട്ടനെ അവസാനമായി കാണാനുള്ളൊരു ദിവസമാണ്. അത് ആരും മുടക്കാതെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ടൗൺ ഹാളിന് പുറത്തുള്ള കാഴ്ചകളാണ്. ജനങ്ങൾ കൂടി നിൽക്കുകയാണ്. ആയിരങ്ങളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സലീമേട്ടനെ ഇനി അവർക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു വേദന പറവൂർക്കാരെ സംബന്ധിച്ച്, പറവൂർ എന്ന നഗരത്തെ സംബന്ധിച്ച് അത് ഇത്രയും
ഇന്ത്യ മുന്നണിയിൽ നിന്ന് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെയും ഒന്നുകിൽ പരസ്യമായി കോൺഗ്രസിനോട് അതിർത്തി പ്രകടിപ്പിക്കുന്നു, വിട്ടുനിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിരുന്ന അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ BJPക്കെതിരെ നിലനിന്ന സ്റ്റാലിൻ്റെ DMK യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. CPM പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിക്കുകയും കത്ത് നൽകുകയും ചെയ്യുന്നു. JMM ആ തരത്തിലേക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇന്ത്യ മുന്നണി ഒരു തകർച്ചയുടെ വക്കിലാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇന്ത്യ സഖ്യത്തിൽ ഹലോ പറഞ്ഞോളൂ താങ്കൾ. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വലിയ ഒരു യോഗം നാളെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. 23 സഖ്യകക്ഷികൾ ചേർന്നുകൊണ്ടുള്ള ഒരു യോഗമാണ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇന്ത്യ സഖ്യം തകരുന്നു അതൊക്കെ വെറും വർത്തമാനങ്ങൾ മാത്രമാണ്. BJPയെ നേരിടാൻ ഇവിടെ ഒരു രാഷ്ട്രീയ ശക്തി വേണം. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് സാധ്യമാവും എന്നതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നമ്മളോട് പറയുന്നത്. ആ രീതിയിൽ തന്നെയാണല്ലോ കാര്യം. പിന്നെ എവിടെയാണ് ഇന്ത്യ സഖ്യം തകരുന്നു എന്ന് പറയാൻ കാരണം മനസ്സിലായില്ല. കാരണം ഇപ്പോൾ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, ഞങ്ങൾ വിട്ടുപോവുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ TMC വരുന്നുണ്ട്. TMC വരുമ്പോൾ അത് ഈക്വൽ ആയല്ലോ. ശ്രീ റഷീദ്, TMC നേരത്തെ തന്നെ പങ്കെടുക്കുന്നില്ല എങ്കിലും പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു. അവർ ഔദ്യോഗികമായി ആണെന്നും അല്ലെന്നും ഒക്കെ ഇടയ്ക്ക് പറയുകയാണെന്ന് ഇടയ്ക്കല്ലെന്ന് പറയും. ഇനി TMC വന്നാൽ എങ്ങനെയാണ്? 42 MPമാരുള്ള TMCയിൽ എത്ര MPമാർ? കഴിഞ്ഞ യോഗത്തിന് പങ്കെടുത്തത് ആകെപ്പാട് 42-ൽ 8 പേരാണ് പങ്കെടുത്തത്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഏത് പാർട്ടിയിലാണ് എന്നത് ആർക്കും ഒരു വ്യക്തതയില്ല. അവിടെ MLAമാർ 80 പേരുള്ളതിനകത്ത് ബഹുഭൂരിപക്ഷം 60 MLAമാരും മമതയ്ക്കെതിരായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ഋതപ്രതയ്ക്ക് പിന്തുണ നൽകി കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു പാർട്ടി അപ്പോൾ അത് ഒരു 5ാമത്തെ 6ാമത്തെ 7ാമത്തെ പാർട്ടി പോലും ആകുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് അവർ വന്നതുകൊണ്ട് DMKയുടെ വിടവ് നികത്താമെന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്? ജനാധിപത്യമല്ലേ മനു കിരൺ? ജനാധിപത്യത്തിൽ പരാജയവും വിജയവും ഒക്കെ ഉണ്ടാവും, വിലക്ഷയം ഉണ്ടാവും. ദുർബലാവസ്ഥയിലെങ്കിലും ഒപ്പമുള്ളവരെ കൂട്ടുനിർത്താനുള്ള ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും ഇല്ലേ? അത് അവർക്ക് കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങും. അവർക്കും ഒരു വേണമല്ലോ ഒരു സ്റ്റാൻഡ്. അവർ BJPയിലേക്ക് പോവോ? ഇല്ലല്ലോ. അപ്പോൾ അവരെല്ലാം BJPയെ എതിർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഭാവിയിൽ ശക്തി പ്രാപിക്കുകയും ഈ ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേരുകയും ചെയ്യും എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ ഇന്ത്യ സഖ്യം തകർന്നു പോകുന്നില്ല. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതല്ലേ. എന്തായാലും ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? CPMന് എതിർപ്പുണ്ടെങ്കിലും CPM ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് യോഗത്തിൽ പങ്കെടുക്കണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെ ആശങ്കയില്ലാതെ പങ്കെടുക്കുന്നു. പക്ഷേ അപ്പോഴും സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ പലരും വിട്ടുപോവുകയോ അതിർത്തി പ്രകടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു. എന്താവും ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി? നമസ്കാരം. നമസ്കാരം. ഇപ്പൊ വന്ന് സംഭവിക്കുന്നത് കോൺഗ്രസും BJPയും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ള അവസ്ഥയാണ് കാണുന്നത്. അതായത് 48-ലോ മറ്റോ ആ ബാബറി മസ്ജിദിനുള്ളിൽ കൊണ്ട് രാമവിഗ്രഹം വെക്കുമ്പം അതെടുത്ത് ആറ്റിൽ കളയാനായിട്ട് നെഹ്റു പറഞ്ഞ് കേൾക്കാതെ അതിങ്ങനെ താലോലിച്ച് കൊണ്ടു നടന്ന് അവസാനം ഇന്ത്യയില് ഈ മതരാഷ്ട്രീയം പറഞ്ഞ് BJP അധികാരത്തിലെത്തുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന പങ്ക് കോൺഗ്രസിനുള്ളതാണ്. അതായത് അയോധ്യയില് ശിലാന്യാസം നടത്താൻ ആ ഗേറ്റ് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയാണ്. പൊളിഞ്ഞും തെളിഞ്ഞും അവരിങ്ങനെ വലിയ വ്യത്യാസമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് അത് നരസിംഹറാവുവിന് അറിയാമായിരുന്നു അത് പൊളിക്കപ്പെടാൻ പോവുകയാണെന്ന്. പുള്ളി നിശബ്ദത പാലിച്ചു, അനുവദിച്ചു അത്. അതിനുശേഷം സംഭവിച്ചത് എന്താണ്? എന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു അവിടെ അയോധ്യയിൽ അമ്പലം വരണമെന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെ ആ വശം നോക്കിയാൽ, മതപരമായ രാഷ്ട്രീയം നോക്കിയാൽ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു ചെറിയ നാരോ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് സാമ്പത്തിക വ്യത്യാസം, സാമ്പത്തിക നയത്തിലും BJPയും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ല. പെട്രോളിന് വില നിശ്ചയിക്കാനുള്ള അനുവാദം കൊടുത്തത് ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ഡീസലിന് വില നിശ്ചയിക്കാനുള്ള അനുവാദം പറയുന്നത് ഈ ചരിത്രം പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യം ഈ ചരിത്രത്തിലെ പല കാര്യങ്ങളും മറന്നുകൊണ്ടും പുറത്തുകൊണ്ടും ഒക്കെയാണ് ഈ മുന്നണികളൊക്കെ BJPക്കെതിരായ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ആ പ്ലാറ്റ്ഫോമിന്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ചർച്ച. അല്ല മുൻപിലത്തെ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്ത് ഇവർക്കൊന്നും ഒരുമിച്ച് നിൽക്കാനും ഒന്നും കഴിയില്ല. അങ്ങനെ ആകുമ്പോൾ എല്ലാ പാർട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ വഞ്ചനയുടെയും ചതിയുടെയും ഒക്കെ ഒരുപാട് കഥകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ മറന്നുകൊണ്ടാണല്ലോ എല്ലാവരും ഒന്നിച്ചത്. ഇനിയുള്ള കഥ പറയും. ഞാൻ അതിലേക്ക് തന്നെ അല്ല, അതിലേക്ക് അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം മൊത്തം ഇപ്പോൾ ഈ പറഞ്ഞ ചരിത്രം ഒന്നും ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ചരിത്രമല്ലല്ലോ.
2-3 സെന്റൻസുകളെ പറയാനുള്ളൂ. അതെന്ന് വെച്ചാൽ ഞാൻ വിട്ടുപോകൊള്ളാം. ഞാൻ പറഞ്ഞത് ഇപ്പൊ സതീശൻ ഇവിടുത്തെ മുഴുവനും ആശുപത്രി ഉൾപ്പെടെ സ്വകാര്യ മേഖലയിൽ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, താങ്കൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ നയം അംഗീകരിച്ചിട്ടല്ല CPM-ഉം CPI-യും ഒന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഒപ്പം നിൽക്കുന്നത്. BJP എന്ന പ്രധാനപ്പെട്ട ശത്രു, ആ BJP അകറ്റാൻ വേണ്ടി ആരുമായും കൂട്ടുകൂടാം എന്നുള്ള ഒരു നിലപാടിന് പുറത്ത് മതേതര പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് കണ്ടുകൊണ്ടാണ്. അല്ലാതെ അവരുടെ നയം നോക്കിയിട്ടും നയം അംഗീകരിച്ചിട്ടൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് ആ നയം പറയേണ്ടത് ഇതിനകത്ത് പ്രസക്തവുമല്ല. ഈ പാർട്ടി തന്നെ തീരുമാനിച്ചു, അങ്ങനെ ആ നയം നോക്കിയല്ല തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിൽക്കാം. അതിനിടയിൽ താങ്കൾ വീണ്ടും വീണ്ടും ഈ നയം മറ്റേതാണ് മറിച്ചതാണ്, ഇപ്പോഴും ആ നയം തുടരുന്നതിൽ എന്ത് അർത്ഥമാണ്? അത് അർത്ഥമില്ലാത്ത ചർച്ചയല്ലേ? അതെ, ഇനിയത്തെ വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം CPM അവരുടെ കൂടെ നിൽക്കാൻ. അതാണ് അതിനകത്തെ പോയിന്റ്. അവസരം കിട്ടുമ്പോഴൊക്കെ ചതിവ് കാണിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. എവിടെ നോക്കിയാലും കുറെ നാളുകൾക്ക് മുമ്പത്തെ ഏറ്റവും ഒടുവിലത്തെ സംഭവം വരെ, തമിഴ്നാട്ടിലെ കാര്യം വരെ നോക്കിയാൽ ചതിയന്മാരുടെ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അവർ പരസ്പരം ചതിക്കുന്നവരാണ് കോൺഗ്രസ്. അവരെ എത്ര വിശ്വസിക്കാമോ നോക്കിയിട്ട് വേണം ഇടതുപക്ഷ പാർട്ടികളും മറ്റുള്ള പാർട്ടികളും കൂടെ നിൽക്കാൻ. അതുപോലെ തന്നെ സൗകര്യം കിട്ടുകയാണെങ്കിൽ ഒരു കോൺഗ്രസിനെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഒരു മൂന്നാം ഇന്ത്യയില് എങ്കിലേ രക്ഷപിടിക്കത്തുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ശരി, പക്ഷെ അതിന്റെ കാലമൊക്കെ എന്തായാലും തൽക്കാലം ആ കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ കാലമൊക്കെ തൽക്കാലം കഴിഞ്ഞു. മറ്റു പാർട്ടികൾ എല്ലാവരും ഒന്നിച്ചു നിന്നാലും BJP-യെ പരാജയപ്പെടുത്താൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇനി മൂന്നാം മുന്നണി ഉണ്ടായി, ആ മുന്നണി നേരിടും എന്നൊക്കെ പറഞ്ഞ കാലമൊക്കെ പാർട്ടി കോൺഗ്രസുകൾ പലതും ചർച്ച ചെയ്ത് ഒക്കെ അതെല്ലാം കഴിഞ്ഞത് കൂടിയാണ്. ശ്രീകൃഷ്ണൻകുട്ടി, ശ്രീ ജ്യോതിസാണ് കാട്ടാക്കടയിൽ നിന്ന്. ശ്രീ ജ്യോതിസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഇന്ത്യ സഖ്യം, ആ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പാർട്ടികൾക്ക് അവർക്ക് ഇനിയെങ്കിലും യോജിക്കാൻ കഴിയുമോ, അതോ ഈ മട്ടിൽ അവർ തകർന്നു പോകാൻ സാധ്യതയുണ്ടോ? എനിക്ക് ഒന്നാമത്തെ അഭിപ്രായം, മൂന്നാം മുന്നണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ അതിന് യോഗ്യതയുണ്ടോ സാർ? ഒന്നാം മുന്നണി ആയിരുന്നില്ലേ സാർ കോൺഗ്രസ്? അവിടുന്ന് മൂന്നാം മുന്നണി ആവാൻ എങ്ങനെ അതപ്പതിക്കും സാർ? ഇവർക്ക് എങ്ങനെ ഇടതുപക്ഷത്തിനെ കുറിച്ച് ഇങ്ങനെ വാദമില്ലാതെ വിമർശിക്കാൻ ധാർമ്മികതയുണ്ട് സാർ? ഈ അവിടെ ഈ TVK എന്ന് പറഞ്ഞ പ്രസ്ഥാനം 1 വർഷം കൊണ്ടാണ് അവിടെ രൂപീകരിക്കപ്പെട്ടത് അല്ലേ സാർ? അവിടുന്ന് മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇവര് വില വേശിച്ചു സാർ. ഇടതു മുന്നണി ആരെങ്കിലും മന്ത്രിസഭയിൽ CPM ഉണ്ടാ സാർ? DMK സഖ്യത്തിലും മന്ത്രി ഉണ്ടായിരുന്നു സാർ. ഇങ്ങനെ അതപ്പറ്റി അത് പോട്ടെ സാർ, കേരളത്തില് ദാമോദരൻ അധികാരം വന്ന സമയത്ത് ഈ അതിവേഗ റെയിൽവേ എടുത്ത് കളഞ്ഞിട്ട്, പിന്നെ ഇപ്പം പുതിയ റെയിൽവേ എടുത്ത് കളഞ്ഞിട്ട് അതിവേഗ റെയിൽവേ എന്ന് പറഞ്ഞ് ശ്രീധരൻ എടുക്കുന്ന ഡീൽ ഒപ്പിച്ചില്ലേ സാർ? ഈ രാഹുൽ ഗാന്ധിക്ക് ഈ മുന്നണി നേതൃത്വം കൊടുക്കാൻ എന്ത് യോഗ്യതയാണ് സാർ ഉള്ളത്? അദ്ദേഹത്തിന് എന്ത് ധാർമ്മികതയുണ്ട് സാർ? രാഷ്ട്രീയം പഠിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ജ്യോതിഷ്, രാഹുൽ ഗാന്ധിക്കല്ലാതെ പിന്നെ മറ്റാർക്കാണ് ഇങ്ങനെ ഒരു സഖ്യത്തിന് നേതൃത്വം കൊടുക്കാൻ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ യോഗ്യതയുള്ളത്? ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്ത് നേതൃത്വം ഞാൻ ശ്രീ ജ്യോതിഷ്, ഞാനത് ചോദിച്ചതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അല്ലാതെ മറ്റാർക്കാണ്, ഏതു പാർട്ടിക്കാണ് ഇങ്ങനെ ഒരു സഖ്യത്തിന് നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയ ശക്തിയുള്ളത്? സാർ, മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതവിടെ നിൽക്കട്ടെ, അതൊക്കെ പോട്ടെ. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത കളയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കാണ് ശക്തി ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത കാര്യമല്ലല്ലോ പറയേണ്ടത്. അല്ല, പിന്നെ ആ പേരിനോട് ഒപ്പില്ലേ സാർ കോൺഗ്രസിന് ഇന്നും നിലനിൽക്കുന്ന സാർ? അദ്ദേഹത്തിനെ തന്നെ ഈ അധിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു പോക്കല്ല ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉള്ളത്. ഈ പൗരത്വ ഭേദഗതി സമയത്തും ശരി, നമ്മുടെ ചർച്ചാ വിഷയം അതല്ലാത്തത് കൊണ്ടാണ്. ക്ഷമിക്കണം, നമുക്ക് ആ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി എന്തായാലും വ്യത്യസ്ത ആശയങ്ങളുള്ള, പരസ്പരം മത്സരിക്കുന്ന, പരസ്പരം ഒരു തരത്തിൽ യോജിക്കാൻ കഴിയാത്ത പാർട്ടികളൊക്കെ യോജിച്ച് നിൽക്കുന്നത് അവരുടെ കോമണായ ഒരു ഇൻട്രസ്റ്റ് എന്നുള്ളത് BJP അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അപ്പോൾ അതിനിടയിൽ പിന്നീട് ഇത്തരം ചരിത്രങ്ങൾ പറഞ്ഞതുകൊണ്ടോ പഴംപുരാണം പറഞ്ഞുകൊണ്ടോ കാര്യമില്ല. അവരിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, മറ്റേ ബിനോയ് സാറ് കുറെ സമയം കൊടുത്തു, അത് വളരെ നന്നായെന്ന് എനിക്ക് തോന്നണേ. കാരണം അദ്ദേഹം മാന്യമായ രീതിയിലൊക്കെ പ്രതികരിക്കാറുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ കണ്ടത് അദ്ദേഹം കിടന്ന് ഉരുളുന്ന കണ്ടു. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാം UPA ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്കുന്ന സമയത്ത് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ എല്ലാവരുടെയും ശബ്ദം കുറച്ചതാണ്. പക്ഷേ ഈ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ മിക്കവാറും പാർട്ടിക്കാർ പലരുടെയും
ശബ്ദം ന്യായീകരണത്തിൻ്റെതായി മാറും. അതൊരു സ്വാഭാവിക പ്രക്രിയയാണെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല സാറേ. ഈ ഒന്നാം UPA ഗവൺമെന്റ് ഉണ്ടല്ലോ, അന്ന് പ്രധാനമന്ത്രി പദം തളികയിൽ വെച്ച് കൊടുത്തതാ ഇടതുപക്ഷത്തിന്. അന്ന് എന്താ പറഞ്ഞ ഇവർക്ക്, അതായത് കോൺഗ്രസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, ഇവർക്ക് ഭരണം ഇല്ലാണ്ട് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു പ്രവൃത്തി ഇല്ല. അതാണ് മെയിനായിട്ട്. സാറൊന്ന് ആലോചിച്ച് നോക്കുക, പൊതു മിനിമം പരിപാടി മറ്റേ ശിവസേനയായിട്ട് ഇവർ കൂട്ടുകൂടിയതല്ലേ? എന്തിന്റെ പേരിലാണ്? അവിടെയും ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പൊതു മിനിമം പരിപാടി ഉണ്ടാക്കി. അവിടെയും അവരുടെ കൂടെ കൂടി ശിവസേന തകർന്നു, NCP തകർന്നു, പിന്നെ ബീഹാറിലെ ലല്ലു പ്രസാദ് RJD പിന്നെ ഈ സമാജ്വാദ് പാർട്ടി നിൽക്കുന്നുണ്ട്. ഇനി അവരെയും കൂടി ഏതാണ്ട് ഒരു ലെവലാക്കിയിട്ട് തന്നെ വിടുള്ളൂ എന്ന് തോന്നണേ. ആ ഒരു കാരണം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. KC വേണുഗോപാലിന് മനസ്സിലായി അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ ഭരണം കിട്ടാൻ പോണില്ല. അപ്പൊ അതുകൊണ്ടാണ് KC വേണുഗോപാൽ കേരളത്തിലേക്ക് ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ശ്രമം പരാജയപ്പെട്ടു. ഞാൻ പറയണെങ്കിൽ ഒരിക്കലും ഈ ഇടതുപക്ഷ പാർട്ടികള് ഈ ഇന്ത്യ മുന്നണിയിൽ പോകാൻ പാടില്ലായിരുന്നു. കാരണം ഈ കേന്ദ്ര, അതായത് ഒരു രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാവ് പിണറായി വിജയനെ അകത്തിടണമെന്ന് പറയാനായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഒരിക്കലും പറയാൻ പാടില്ല. ആദ്യമായിട്ട് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണം ആരാ ഉന്നയിച്ച്? കോൺഗ്രസ് ഉന്നയിച്ച്. ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തില് കെജ്രിവാളിനെ പിടിച്ച് അകത്തിടുകയും പിന്നെ കുറെ നാള് ജയിലിൽ ഇട്ടതിന് ശേഷം ആ പാർട്ടിനെ ഏകദേശം ഒരു പരുവാക്കി വിടുകയും ചെയ്തു. ഇപ്പൊ പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനായി പുറത്തേക്ക് വന്നു. പക്ഷെ എന്താ ഉണ്ടായി? ആ കെജ്രിവാളിന്റെ പാർട്ടി അതോടുകൂടി പോയി. അതേമാതിരി തന്നെ ഇവരുടെ കൂടെ നിന്ന് ആരൊക്കെ നിന്നുണ്ടോ അവരൊക്കെ എന്താ പറയാ, ഇതേമാതിരി തന്നെ ഈ കെജ്രിവാളിന്റെ പാർട്ടി മാതിരിയായി എല്ലാവരും. DMK അത്രയും ഇവരുടെ കൂടെ കുറെ വർഷങ്ങളായിട്ട് ഇവരുടെ കൂടെ നിന്നിരുന്ന പാർട്ടിയാ. ഇവർക്ക് എന്താ അധികാരത്തിൽ നിൽക്കണം എത്ര ഒരു അധികാരം പങ്കിടാണ്ട് ഇവർക്കൊരു പുറത്തുനിന്ന് പിന്തുണയ്ക്കാലോ. ഇവർക്ക് BJP വരണ്ട, ശരിയാണ്. അവിടെ TVക്ക് ഭരണത്തിൽ ഭരണം പങ്കിടാതെ തന്നെ പുറത്തുനിന്ന് ഇപ്പൊ ഇടതുപക്ഷ പാർട്ടികൾ ചെയ്തിട്ടുണ്ടല്ലോ, പുറത്തുനിന്ന് പിന്തുണയ്ക്കുക. അപ്പൊ അവിടെ BJP വരില്ലല്ലോ. ഇവർക്ക് ഭരണത്തിൽ നിൽക്കാനായിട്ട് എവിടെ നോക്കിയാലും നോക്കിയിട്ടുണ്ടാവും. ഭരണം ഇല്ലാണ്ട് ഇവർക്ക് പറ്റില്ല. ഭരണത്തിൽ എങ്ങനെയും കൈയിട്ട് വരാനായിട്ട് ഏതെങ്കിലും മുന്നണിയിൽ കയറുക. ഞാൻ നോക്കിയിട്ട് ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അവർക്ക് കൊടുക്കണം, നല്ലൊരു ഹായ് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ അവര് ഇവരോടൊന്നും ആലോചിക്കാണ്ട് തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിനെ തീരുമാനിച്ചു. വളരെ നല്ല കാര്യമാണ്. ഇവരെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇവരെ അങ്ങോട്ട് ആശ്രയിച്ച് വരണം. ഇവർക്ക് കേന്ദ്രത്തിൽ ഭരണം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പാർട്ടികളെ അങ്ങോട്ട്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ മൈക്കിളാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ മൈക്കിൾ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്ത്യയുടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ അവസ്ഥ പരിതാപകരമായ രീതിയിലേക്ക് മാറുകയാണോ? സാറേ നമസ്കാരം. നമസ്കാരം. ഇന്ത്യ സഖ്യത്തിന്റെ ഇത് പരിതാപകരം എന്ന് പറയാൻ പറ്റിയല്ലോ സാറേ. ഇന്ത്യ സഖ്യം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. അവർക്ക് വ്യക്തമായ ഒരു നയമില്ല, അതാണ് പ്രശ്നം. ഒരു കേന്ദ്ര ഒരു പാർട്ടി, ഒരു ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടി, അവർക്കൊരു നയവും വേണ്ടേ? അവരുടെ നയം എങ്ങനെയാണ്? ഓരോ സ്ഥലത്തും ഓരോ നയമാണ്. കേരളത്തിൽ ഒരു നയം, ഈ നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇവിടെ ഒന്ന് പിണറായി വിജയനെ പിടിച്ചിടണം, തമിഴ്നാട്ടിൽ ചെന്നാൽ തമിഴ്നാട് സ്റ്റാലിനെ പിടിച്ച് അകത്തിടണം. അങ്ങനെ ഓരോ നയമാണ്. ഇവർക്ക് എന്താ നയം എന്താണ്? ഇവർ ആദ്യം കോൺഗ്രസ് നയം വ്യക്തമാക്കണം. ഏത് വിഷയത്തിനും ഏതൊരു ചെറിയ കാര്യം എടുത്താലും നയവ്യത്യാസം. ഓരോ സ്ഥലത്തും ഓരോ നയമാണ് അവരെടുക്കുന്നേ. ദേശീയ പാർട്ടിയല്ലേ, അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കണ്ടേ? നമ്മൾ കണ്ടതല്ലേ, നമുക്ക് പല സംഭവങ്ങളും കണ്ടു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ വെടിയേറ്റ് മരിച്ച ആളുകളാണ്. അവരുടെ ഒരു സ്ഥാനം നമുക്കറിയാലോ, നേരത്തെ അറിയാം. റായ്ബറി പിന്നെ അമേഠി 2 മണ്ഡലമുണ്ട് അവിടെ. അവർ ഇപ്പൊ ഉള്ള കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ഒരു സ്ഥലമുള്ളത് പോലും അറിയുമെന്ന് തോന്നുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം. കാരണം അവർക്ക് നയമില്ല. അവര് നയം വ്യക്തമാക്കിയാൽ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. പോളണ്ടിനെ പറ്റി മിണ്ടുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്നൊക്കെ ശശിധരൻപിള്ള ചോദിക്കുന്നു. രാഘവൻ നായർ പറയുന്നു, ദിസ് ശിവസേന ഫാക്ഷൻ ഈസ് ഫൈറ്റിംഗ് ഫോർ ഗിവിംഗ് ഭാരത് രത്ന ഫോർ സവർക്കർ എന്ന് പറയുന്നു. ഇനി പൊതുവേദിയിൽ വരില്ല, അതോ അവിടെ നിന്ന് പങ്കെടുക്കുമോ എന്നൊക്കെ ശശിധരൻപിള്ള ആരോടാണെന്ന് മനസ്സിലായില്ല. ബംഗാൾ ശുദ്ധമായി എന്നൊക്കെ രാജ് VLA പറയുന്നു. ജയകുമാർ പോട്ടെ, അതിനകത്ത് മൊത്തത്തിൽ നോക്കിയാൽ ഉണ്ടയായ മുന്നണി എന്നൊക്കെയാണ് ശശിധരൻപിള്ള പറയുന്നത്. മുരളി പറയുന്നു ഉണ്ട കുഴഞ്ഞുപോയി എന്ന് പറയുന്നു. മതേതര ഭാരതത്തിൽ ഹലാൽ ഭക്ഷണം, ഇസ്ലാമിക് ജിം എന്നൊക്കെ രാജ് VLA പറയുന്നു. ശശിധരൻപിള്ള, ഇദ്ദേഹത്തിന് കമൻറ്റ് അലർജിയാണ്, വായിച്ചാൽ വായ ചൊറിയും, അതുകൊണ്ടാണ് വായിക്കാത്തതെന്ന് തോന്നുന്നു. എന്നെ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു ശശിധരൻപിള്ളയ്ക്ക് ഇങ്ങനെയാണ്, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ചൊറിച്ചിൽ വരും. അപ്പോൾ അദ്ദേഹം എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ എഴുതും. എനിക്കത് വായിക്കുന്നതിന് യാതൊരുവിധ മടിയുമില്ല ശ്രീ ശശിധരൻപിള്ള.
നിങ്ങൾക്ക് എന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശം കൊണ്ട് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ അവകാശം അത് നിങ്ങൾ വിനിയോഗിക്കുന്നു. നിങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നതിനെ അനുസരിച്ചാവും നിങ്ങളെ ആളുകൾ വിലയിരുത്തുക, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഇന്ത്യയിൽ ദേശീയത അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടില്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കുന്നത് അത്യന്തം ദുഷ്കരമാണെന്ന് ഒരാൾ പറയുന്നു. ഭാസ്കരൻ കേസി പറയുന്നു, വടശ്ശേരി ദാമോദരൻ മകൻ VD സതീശൻ അങ്ങനെ അല്ലാതെ ഒരു ജനകീയ പറയേണ്ടത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നന്ദകുമാർ P, ഐഡിയോളജി കുറച്ചെങ്കിലും ഒന്നായാൽ മാത്രമേ ഒരു മുന്നണി നിലനിൽക്കുകയുള്ളൂ. ഇവരുടെ ആകെ യോജിപ്പ് BJPയെ തോൽപ്പിക്കുക എന്നതിൽ മാത്രം. നാടിനാവശ്യം കഴിവുള്ള ഒരു ഭരണം വേണമെന്നാണെന്നാണ് നന്ദകുമാർ പറയുന്നത്. അങ്ങനെ കുറേയേറെ അഭിപ്രായ പ്രകടനങ്ങളും കൂടി. അമ്പലത്ത് മുസ്തഫ, ഇടതുപക്ഷമായി തന്നെ നിൽക്കണം, ഒരിക്കലും കോൺഗ്രസുമായി കൂട്ടുകൂടരുത്, ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം കോൺഗ്രസിൻ്റെ കൂട്ടാണ് എന്നൊക്കെ പറയുന്നു. കുറേയേറെ അഭിപ്രായങ്ങൾ അത്തരത്തിലൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ പ്രതീക്ഷ പുലർത്തിയവരും ഇന്ത്യ മുന്നണിയിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരും, ഇന്ത്യ മുന്നണിയുടെ തകർച്ചയുണ്ടെങ്കിൽ അതിന് കാരണം അതിനെ നയിക്കുന്ന കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള തരത്തിൽ അഭിപ്രായം പറഞ്ഞവരും ഒക്കെയുണ്ട്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങൾ, രാഷ്ട്രീയമായി പക്ഷം ചേർന്നതും അല്ലാത്തതുമൊക്കെ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.